സ്നേഹമുള്ളവരെ, വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുക. സങ്കീർത്തനം 119. അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. നമുക്ക് നമ്മുടെ മനസ്സും ഒക്കെ ഒന്ന് ഒരു ചിന്തകളൊക്കെ ഒന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കാം. ഇന്നേ ദിവസം വചന ശുശ്രൂഷ കർത്താവ് ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജിൻഡോ തട്ടുപറമ്പിൽ അച്ഛനാണ്. അച്ഛൻ സിയോൺ റിട്രീറ്റ് സെൻറ്റർ ദ്വാരക മാനന്തവാടി രൂപതയുടെ ഡയറക്ടറാണ്. ധ്യാനകേന്ദ്രത്തിൻ്റെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ വചന ശുശ്രൂഷയ്ക്ക് അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കാര്യങ്ങളൊന്ന് അടിച്ച് അച്ഛനെ സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കൊന്ന് കണ്ണുകളടച്ച് ഒന്ന് ശാന്തമാകാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കൊടുക്കാനുള്ള നിയോഗങ്ങളെല്ലാം മനസ്സിലേക്കൊന്ന് ഓർക്കാം. ഒത്തിരിയേറെ സങ്കടങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഉണ്ട്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നമുക്കുണ്ട്. എൻ്റെ ദൈവമേ, ഇങ്ങനെ കൂടെ കൂടെ നീ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് ഓർത്ത് സങ്കടവും നിരാശയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒത്തിരിയേറെ സന്തോഷങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ജെറമിയ 29:11 കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. അപ്പോൾ ദൈവമേ, അങ്ങൊരുക്കുന്ന പദ്ധതികളെല്ലാം എൻ്റെ ക്ഷേമമാണെന്നുള്ള ആഴമായ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് നിന്നെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു വചനം നമുക്ക് ഉറക്കെ ഏറ്റുചൊല്ലാം. വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതും മജ്ജയും മാംസവും ഒക്കെ തുളഞ്ഞ സന്ധിബന്ധങ്ങളെ വേർപെടുത്തുന്നതാണെങ്കിൽ ഈ വചനം ഏറ്റുചൊല്ലുമ്പോൾ എൻ്റെ നിയോഗങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെല്ലാം അവിടുന്ന് മുറിച്ച് നമുക്കായി വിളമ്പട്ടെ. ഈ വചനങ്ങളെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്കുറക്കെ ഏറ്റുചൊല്ലാം. സങ്കീർത്തനത്തിൻ്റെ 65-ാം അധ്യായം 4-ാം തിരുവചനമാണ്. നമുക്കുറക്കെ പ്രാർത്ഥിക്കാം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ, അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് സംതൃപ്തരാകും. വചനം പറഞ്ഞു കേട്ടോ. അങ്ങ് കൊണ്ടുവന്നതാണ് നമ്മളെ. ഒരുപക്ഷെ വീട്ടിലായിരിക്കാം, ടി വിയുടെ മുമ്പിലായിരിക്കാം, മൊബൈലിൻ്റെ മുമ്പിലായിരിക്കാം. എവിടെയായിരുന്നാലും ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ദൈവമാണ് നമ്മളെ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ വചനം പറയാണ്, അവിടുത്തെ ഈ ആലയത്തിലെ നന്മകൾ കൊണ്ട് നമ്മൾ തൃപ്തരാക്കപ്പെടും. ഈ ഒരു വർഷം ഈ ആലയത്തിലെ നന്മകൾ കൊണ്ട് നമ്മളെല്ലാവരും തൃപ്തരാക്കപ്പെടുവാൻ ഒരിക്കൽ കൂടി ഈ വചനത്തിൻ്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കുറക്കെ പ്രാർത്ഥിക്കാം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് സംതൃപ്തരാകും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു വചനം വായിച്ച് കേൾക്കാം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. വളരെ ശക്തമായ തിരുവചന ഭാഗങ്ങളാണിത്. ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥം ചുരുക്കി എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചുരുക്കമായിരിക്കാം ഇത്. കാരണം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക, അല്ലേ? എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ
ഈ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മളൊക്കെ ഒരു വിശുദ്ധരായ മനുഷ്യരായി മാറും. അതിൻ്റെ ഹെഡിങ് തന്നെ എങ്ങനെയാണ്? ക്രിസ്തുവിൽ നവജീവിതം, 12-ാം അധ്യായം. അതിൽ കുറച്ച് ഭാഗം ഞാൻ വായിക്കാം, ശ്രദ്ധയോടെ ശ്രവിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലെ 9 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ അന്വേഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ. കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ. ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. നമ്മുടെ കർത്താവായ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സുഖാണോ? സുഖാണോ? വലിയ സുഖമൊന്നുമില്ല, ഇരിപ്പ് കണ്ടാൽ അറിയാം. വലിയ സുഖമായിട്ടല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഒരു സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷത്തിൻ്റെ എല്ലാ നന്മകളും സ്നേഹവും നിങ്ങൾക്കെല്ലാം നൽകുകയാണ്. യേശു അനുഗ്രഹിക്കട്ടെ. നമ്മളിങ്ങനെ പറയും, എന്താ പറയുന്നത്? പുത്തൻ ചിന്തകളും പുത്തൻ പ്രതീക്ഷകളും എല്ലാമായിട്ട് പുതിയ വർഷത്തെ നമുക്ക് വരവേക്കാം. ഒരു പുത്തനൊന്നുമില്ല, എല്ലാം പഴയതാണ് അല്ലേ? പഴയ ചിന്തകളും പഴയ ആഗ്രഹങ്ങളും പഴയ സ്വപ്നങ്ങളൊക്കെ നമുക്കുള്ളൂ. അതൊന്ന് പുതുക്കുക എന്നത് മാത്രമാണ്. ജീവിക്കുക. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഞാനിന്ന് ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിനൊക്കെ വലിയ അത്ഭുതമൊന്നുമില്ല അല്ലേ? ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് എപ്പോൾ വേണേലും തീർന്നു പോകാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് ഈ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു തീർക്കാൻ മാത്രം കൊതിച്ചാൽ മതി. ബാക്കിയെല്ലാം ദൈവം നമുക്ക് തന്നോളൂ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദൈവം ആദ്യമായിട്ട് സങ്കടപ്പെട്ടത് എന്തിനാണെന്നറിയോ? ദൈവം ആദ്യമായിട്ട് സങ്കടപ്പെട്ടത് എന്തിനായിരിക്കും ദൈവം ആദ്യമായിട്ട് സങ്കടപ്പെട്ടെ? എന്തിനായിരിക്കും? നമ്മൾ ആര് ചോദിച്ചാലും, പിള്ളേരോട് ചോദിച്ചാൽ പറയില്ലേ, എന്തിനാ ദൈവം ആദ്യമായിട്ട് സങ്കടപ്പെട്ടെ? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, അങ്ങനെ നമ്മൾ പറയാം അല്ലേ? പക്ഷേ അതിനേക്കാൾ മുമ്പ് ദൈവം ഒന്ന് സങ്കടപ്പെട്ടു. എവിടെ സങ്കടപ്പെട്ടെ? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആരെ സൃഷ്ടിച്ചു? ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ പേര് ആദം. എന്നിട്ട് ദൈവം ഒരു ഡയലോഗ് ഇങ്ങനെ ചങ്കിൽ ഒരു ദീർഘശ്വാസമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു. എന്താ ഡയലോഗ്? ആദമേ, നീ ഏകനായിരിക്കുന്നത് നന്നല്ല. കേട്ടിട്ടുണ്ടോ? ആദമേ, നീ ഏകനായിരിക്കുന്നത് നന്നല്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആദ്യത്തെ സങ്കടം എന്തായിരുന്നു? മനുഷ്യൻ ഏകനാകുക എന്നുള്ളതാണ്. അവനൊരു കൂട്ട് ഇല്ലാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ഏറ്റവും വലിയ സങ്കടം മനുഷ്യനൊരു കൂട്ട് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം. മനുഷ്യന്, അവൻ സൃഷ്ടിച്ച അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഒരു കൂട്ടില്ല. ദൈവമുണ്ട് അവൻ്റെ കൂടെ, പക്ഷെ എന്നിട്ടും ദൈവത്തിൻ്റെ സങ്കടം അവന് ചേർന്നൊരു തുണയില്ല, അവൻ്റെ കൂട്ടില്ല എന്നതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ സങ്കടം. എന്നാൽ ദൈവത്തിൻ്റെ എന്നേക്കുമായിട്ടുള്ള സങ്കടം പിന്നീട് എന്താണ്? അവനൊരു കൂട്ട് കൊടുത്തു എന്നതാണ്. ശരിയല്ലേ? അവൻ്റെ ഇന്ന് വരെ തീരാത്ത ദുരന്തമായൊരു സങ്കടം ഇതാണ്. മനുഷ്യന് കൂട്ടുകൊടുത്തില്ല. ഞാൻ എന്ത് തെമ്മാടിത്തര കാണിച്ചോട്ടെ അല്ലേ? അവൻ കൂട്ടുകൊടുത്തവൻ തന്നെ
കൂട്ടുകൊടുത്തവനെ വഞ്ചിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ എന്നേക്കുമായുള്ള സങ്കടം. ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം തൻ്റെ ചങ്കിലെ ചോരയായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട മകനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് പറയാണ്, മോനെ, ഇങ്ങനൊരു സങ്കടം എനിക്കുണ്ട്. നമ്മൾ കൂട്ടുകൊടുത്തവർ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുക, വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ പോയിട്ട് ആ വഞ്ചനയെല്ലാം ഒന്ന് പരിഹരിച്ച് തിരിച്ചു വാ. അതിനു വേണ്ടിയിട്ട് ഒരു ദൈവത്തെ ഭൂമിയിലേക്ക് അയച്ച ക്രിസ്തുമസിൻ്റെ മനോഹരമായ ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിൽ തളം കെട്ടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, അല്ലേ? ഒരു ദൈവം. ക്രിസ്തുമസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. എന്താ ക്രിസ്തുമസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? രണ്ട് വാക്കുകളുടെ കൂട്ടിച്ചേരല്ല. നമ്മൾ പറയും യേശുവിൻ്റെ ജനനം, അങ്ങനെയല്ല. അത് ക്രൈസ്റ്റ് മാസ്, ക്രിസ്തുവിൻ്റെ ബലി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പിതാവായ ദൈവത്തിൻ്റെ ചങ്കായിരുന്ന മകനെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ അനുവദിച്ച ഒരു ബലിയായിട്ടാണ്. നമ്മൾക്ക് ജനിക്കുന്നത് സന്തോഷത്തിന് കാരണമായിരുന്നെങ്കിൽ അവൻ ജനിച്ചത് ഒരു ബലിയുടെ തുടക്കമായിരുന്നു, ഒരു ബലിയുടെ ആരംഭമാണ് ദൈവത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രൈസ്റ്റ് മാസ്, ക്രിസ്തുമസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു കൂട്ട് ആയിത്തീരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെയൊക്കെ സങ്കടം അതാണ്, ഇല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ സങ്കടം. നിങ്ങൾ പറയും, അച്ഛാ സാമ്പത്തികമില്ല, അല്ലെങ്കിൽ കടബാധ്യതയാണ്, അല്ലെങ്കിൽ വീട്ടിൽ രോഗപീഠകളാണ്, അല്ലെങ്കിൽ ഭാര്യ മനസ്സിലാക്കുന്നില്ല, ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, മക്കൾ മനസ്സിലാക്കുന്നില്ല, നാട്ടുകാർ, വീട്ടുകാർ, വൈദികർ, ആരും നമ്മളെ മനസ്സിലാക്കാനില്ല. ആത്യന്തികമായും ആ ഒരു സങ്കടത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം, അച്ഛാ എനിക്കൊരു കൂട്ടില്ല, അത്രേ ഉള്ളൂ. എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കൊരു കൂട്ട് ഇല്ല എന്നതാണ് നമ്മുടെയൊക്കെ വിഷയം. എന്നാൽ ഈ കൂട്ടുകളെല്ലാം നമ്മളെ പരാജയപ്പെടുത്തി പോകും കേട്ടോ. ഇതൊന്നും നമുക്ക് നിലനിൽക്കുന്നതല്ല. സൗന്ദര്യം, ഒരു രോഗം വന്നാൽ പോരെ, അല്ലേ? ഒരു ക്യാൻസർ വന്നാൽ തീരുന്നുള്ളൂ ഈ ശരീരത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു വണ്ടി തട്ടിയാൽ തീരുന്നതുള്ളൂ ഈ ശരീരത്തിൻ്റെ എല്ലാ ആരോഗ്യവും. ഞാനിങ്ങനെ വലിയ ഈ ബ്ലാക്ക് ബെൽറ്റ് അല്ലെങ്കിൽ 6 പാക്ക് ഒക്കെ കാണിച്ചു വരുന്നവരോട് ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ധൈര്യശാലികളാണ് നമ്മൾ, ഭയങ്കര ധൈര്യമാണ് നമുക്ക്. ഏത് രാത്രിയും ഏത് പാതിരാത്രിയും നമുക്ക് ധൈര്യത്തോടെ ഇതിലൊക്കെ നടക്കാം. പക്ഷേ ഒരു പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. എന്താണെന്നറിയാമോ? ഏത് ധൈര്യശാലിയാണ്, ഏത് ഭീകരനാണെന്ന് വിചാരിക്കോ, പട്ടാളക്കാരുടെ ബലമുണ്ട്, ആൾ ബലമുണ്ട്, അല്ലെങ്കിൽ കുതിരപ്പടയാളികളുണ്ട്, സമ്പത്ത് കോടികൾ വീട്ടിലുണ്ട്, ബാങ്കിലുണ്ട്, ആരും എന്നെ തൊടാനില്ല. പക്ഷേ കാലിൻ്റെ അറ്റത്ത് ഒരു പാമ്പ് കുത്തിയാൽ തീർന്നു, അല്ലേ? ഇത്രയുള്ള മനുഷ്യൻ വലിയ ധൈര്യശാലിയാണ്, ഭയങ്കര പവറാണ്, വലിയ കോടീശ്വരനാണ്, അല്ലെങ്കിൽ പാവപ്പെട്ട, ഇതൊന്നും ഒരു വിഷയമല്ല. കാലിൻ്റെ അറ്റത്ത് പോകുന്ന വഴിക്കൊരു പാമ്പ് കുത്തിയാൽ തീർന്നു. എവിടെ പോയി ധൈര്യമൊക്കെ? പിന്നെ നാട്ടുകാരെടുത്തുകൊണ്ട് പോകണം, ഓടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ കാലും കൈയും കൂച്ചി കെട്ടി കൊണ്ടുപോകണം. ഇതാണ് നമ്മുടെ ഗതികേട്, അല്ലേ? അങ്ങനെയെങ്കിൽ ഏറ്റവും നല്ല കൂട്ട് ദുരന്തങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഒറ്റ കൂട്ടേ ദൈവം ഈ ഭൂമിക്ക് നൽകിയിട്ടുള്ളൂ. അവൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ കൂട്ടുപിടിച്ച വേറെ ഒന്നും പേടിക്കേണ്ട. പറയട്ടെ ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. ഈ കൂട്ട് ഇന്ന് നമുക്ക് നഷ്ടമാകുന്നു. നമ്മളൊക്കെ ഈ കർത്താവിനെ തേടി പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? എന്തെങ്കിലും കിട്ടുമോ? അതല്ല വിഷയം. അത്ഭുതത്തിന്റെ ഒരു ദൈവമായി അവനെ ഇങ്ങനെ അവരോധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമെന്നാൽ അത് ജീവിക്കാനുള്ള കൂട്ടിന്റെ പേരാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അത് ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് തകർച്ചയുടെ നടുവിലും, ഏത് ദുരന്തത്തിന്റെ നടുവിലും എനിക്ക് ജീവിക്കാൻ ഒരു പ്രചോദനം നൽകാൻ ഒരു കൂട്ടാക്കി മാറ്റലാണ് ഈ ദൈവത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് കേട്ടോ. അത് പഠിപ്പിച്ചില്ല. എന്നെ പ്രശ്നം അറിയാവോ? കുറേ നാൾ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കും, അപ്പാ അമ്മ ഇത്രയും നാൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് എന്താ കിട്ടിയെന്ന് ചോദിക്കും. നമ്മൾ എന്ത് പറയും? കടബാധ്യതയുടെ കൂമ്പാരത്തിൽ കിടക്കുന്ന കുഞ്ഞ് ചോദിക്കും, അപ്പ അമ്മ നമ്മൾ ഇത്രയും നാൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു ഉപവസിച്ചു എന്നിട്ടൊന്നും കിട്ടിയില്ല, പിന്നെ എന്തിനാ നമ്മൾ പള്ളിയിൽ പോകുന്നത്? ഉത്തരവുണ്ടോ? അല്ലേ? ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ കിടപ്പുണ്ട്. ശരിയാണ്, 1,00,000 പേര് പോകുന്നിടത്ത് 10,000 പേരെ സാക്ഷ്യമുള്ളൂ. ബാക്കി 90,000 പേരും സങ്കടങ്ങളുള്ളവരാ, വേദനകളുള്ളവരാ, തകർന്നു പോയവരാ. അവരെക്കുറിച്ച് ആരാ പറയുന്നേ? നമ്മൾ ഈ വഴി, എനിക്ക് കുറേ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയാവോ? നമ്മൾ ഈ പരീക്ഷാകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിലൂടെ നിറച്ച് ഫ്ലെക്സുകൾ ഇട്ടി വെക്കാനുണ്ട്. എന്തിൻ്റെ ഫ്ലെക്സാണ്? മുഴുവൻ A+ കിട്ടിയവരുടെ ഫ്ലെക്സുകളാണ്, അല്ലേ? മുഴുവൻ A+ കിട്ടിയവരുടെ ഫ്ലെക്സുകളാണ്. ഈ A+ കിട്ടിയവരെ കൊണ്ട് വലിയ പ്രചോദനമൊന്നും നമുക്കില്ല.
അവർ കുറേ ഈ ഇങ്ങനെയുള്ള മൊബൈൽ കണ്ടുപിടിക്കും, കുറേ എഞ്ചിനീയറിംഗ് വസ്തു കണ്ടുപിടിക്കും. അന്നം തരുന്നത് ആരാണ്? അന്നം തരുന്ന ആരാണ്? തോറ്റ് കിടക്കുന്നവനാ. ജീവിക്കാൻ നമുക്ക് ശക്തി തരുന്ന ആരാണ്? തോറ്റ് കിടക്കുന്നവനാ. വഴിയിലൂടെ നടക്കുമ്പോൾ വേർത്ത് കുലിച്ച് ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ അതിനകത്ത് കയറാമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന ആരാണ്? തോറ്റുപോയവനായിരിക്കും. ശരിയാണോ? ശരിയാണോ? ഓക്കെ. അങ്ങനെയെങ്കിൽ വലിച്ചു കെട്ടേണ്ട ഫ്ലെക്സുകൾ, രാപകലുകൾ അധ്വാനിച്ച് വേർത്ത് കുളിച്ച് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി തെണ്ടി നടക്കുന്ന മനുഷ്യൻ്റെ ചിത്രങ്ങൾ ഈ വഴി സൈഡിലൂടെ നമ്മൾ വലിച്ചു കെട്ടണമെന്നേ. കെട്ടണ്ടേ? കെട്ടണം. അങ്ങനെയുള്ള മനുഷ്യനാണ് ഈ ഭൂമിക്ക് ജീവിക്കാനുള്ള ശക്തി. ബാക്കിയുള്ളവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾക്ക് വലിയ ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ട്, വലിയ അനുഗ്രഹമാണ്. അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഓർത്തിരിക്കാൻ പറ്റുക അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അടുത്തൊരു കുഞ്ഞിനെ കൊണ്ടുവന്നു. അവൾ +1 മുഴുവൻ മാർക്കോടെ പാസ്സായ കൊച്ചാ. മുഴുവൻ മാർക്കോടെ പാസ്സായൊരു കുട്ടിയാണ്. ഇനി ഒരു മാർക്കും ആവശ്യമില്ല അവൾക്ക്. +1 +2 എഴുതിയില്ല, അവൾ പാസ്സാണ്. പക്ഷേ ഇന്ന് കൊണ്ടുവന്നത് ഒരു മരണക്കിടക്കയിലാണ്. എന്താണ്? +2 കയറി കഴിഞ്ഞപ്പോൾ അവൾക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മയില്ല. അങ്ങനെ ആകെ ഡിസ്ട്രാക്റ്റഡാണ്. അപ്പോൾ വിചാരിച്ചു വലിയ പ്രേമബന്ധത്തിലും, ഇല്ലേ, പിള്ളേർ പ്രായമായി വരുമോ, അതുകൊണ്ട് വലിയ പ്രേമബന്ധത്തിലും കുടുങ്ങിയതാണെന്ന് ഓർത്ത് അവളിങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ വിധേയപ്പെടുത്തി. കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ പരിശോധിച്ച് ഒടുവിൽ മനസ്സിലായി ഈ കുഞ്ഞിൻ്റെ ബ്രെയിൻ ചുരുങ്ങിപ്പോകുന്ന രോഗമാണ്. തലച്ചോറ് ചുരുങ്ങിപ്പോകുന്ന 1,00,000-ൽ ഒരാൾക്കുള്ളൊരു രോഗമാണ്. ഇന്ന് ഈ കുഞ്ഞ് മരണക്കിടക്കയിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുക. നോക്കി പ്രിയപ്പെട്ടവരെ, ഇത്രയും നിസ്സാരരായ മനുഷ്യരാണ് നമ്മൾ. വലിപ്പം എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. ഈ റാങ്ക് നൽകുന്നതും ഈ അറിവ് നൽകുന്നതും ഈ ഓർമ്മ നൽകുന്നതും ദൈവമാണ്, ഈ കൂട്ടാണ്. ഈ കൂട്ടിനെ നിന്നയിച്ച് നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ ഇന്ന് വചനത്തിലൂടെ നമ്മളോട് വ്യക്തമായി പറഞ്ഞു തരികയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈശോ പറയാണ്, എന്താ പറയുന്നത്? നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. എന്താണ് നിങ്ങളുടെ ഉറക്കെ പറഞ്ഞ് എന്താ നിഷ്കളങ്കമായിരിക്കണ്ടേ? സ്നേഹം. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ വായിക്കും. വെറുതെ വായിച്ചു പോയാൽ നമുക്കിത് വെറുതെ ഒരു പുസ്തകമായി, അല്ലേ? നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിനോട് ചോദ്യം ചോദിക്കണം. അപ്പോൾ നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. അപ്പോൾ 2 കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന് സ്നേഹമാണ്, 2 നിഷ്കളങ്കതയാണ്. എന്തൊക്കെയാണ്? സ്നേഹമാണ്, നിഷ്കളങ്കതയാണ്. 2 കാര്യങ്ങളാണ് ഈശോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എന്താ ഈ സ്നേഹം എന്ന് പറയുന്നത്? എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ? അല്ലേ, നമുക്കൊക്കെ പരാജയം. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, ആരും സ്നേഹിക്കാനില്ല. എന്താ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയണേ. എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? വിശപ്പ് മാറാൻ. ഇതാണ് നമ്മുടെ പ്രശ്നം കേട്ടോ. വിശപ്പ് മാറാൻ കഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും വിശപ്പ് മാറില്ല. അതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ടേസ്റ്റ് ഉള്ളതെല്ലാം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ആത്യന്തികമായി എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ജീവിക്കാൻ. ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ജീവിക്കാനാണ്. വിശപ്പ് മാറാനാണെങ്കിൽ നമ്മളിങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ വാരി തോന്നി കഴിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? ടേസ്റ്റ് ഉള്ളതൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കും. വിശപ്പ് മാറിയാലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ജീവിക്കാനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തം. ഈശോ ചാട്ടവാറെടുത്തത് ഒരു സ്ഥലത്താണ്. ഏത് സ്ഥലത്താണ്? ദേവാലയത്തിൽ. 2 കാര്യങ്ങൾക്ക് വേണ്ടി ഈശോ ചാട്ടവാറെടുത്ത്. എന്തിനൊക്കെയാണെന്നറിയാവോ? 2 കച്ചവടം അവിടെ നടന്നു. ഏതൊക്കെ കച്ചവടമാണ്? ഒന്ന്, ആട് പ്രാവ് വിൽക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കച്ചവടമാക്കുന്നിടത്തൊക്കെ ദൈവം ചാട്ടവാറെടുത്തിട്ടുണ്ട്. ദൈവം ഭക്ഷണപ്രേമിയായിരുന്നു, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തവനാണ്. പക്ഷെ ഭക്ഷണത്തെ കച്ചവടം നടത്തുക. ഈ കച്ചവടം നടത്തുന്നവരൊന്നും എന്നെ തെറി പറയരുത്, കച്ചവടം നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കച്ചവടം. എന്താ കച്ചവടത്തിൻ്റെ എപ്പോഴും ലക്ഷ്യം എന്താണ്? കച്ചവടത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ലാഭമാണ്. അത് അപ്പനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും, അല്ലേ? ഇന്ന് പിള്ളേരൊക്കെ വീട്ടിൽ കച്ചവടമാണ്. അമ്മ ഞാൻ 100 രൂപ എനിക്ക് തന്നിട്ടുണ്ട്, അത് 10 രൂപ പലിശ അടക്കം തിരിച്ചു നൽകണം. ഇതാണ് പിള്ളേരൊക്കെ പറയും, അല്ലേ? ഇപ്പം കച്ചവടമാണ് നമ്മുടെ വീടുകളിലൊക്കെ, എല്ലായിടത്തും കച്ചവടമാണ്. ഈ കച്ചവടത്തിൻ്റെ വിഷയം ലാഭമാണ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അത് ലാഭക്കണക്കിനാണെങ്കിൽ എനിക്ക് സുഖം നൽകാനും സന്തോഷം നൽകാനും, എനിക്ക് കൊതി തീരാതെ ഇങ്ങനെ വയറ് നിറച്ച് അല്ലെങ്കിൽ വയറിങ്ങനെ തൊണ്ടയോട് ചേർന്ന് കഴിക്കുന്നതാണെങ്കിൽ അത് ലാഭത്തിന് വേണ്ടിയുള്ള കഴിപ്പാണ്. നോക്കിയേ, ദൈവം ചാട്ടവാറെടുത്ത അതേ ദുരന്തമാണ്
ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് വൈകുന്നേരങ്ങളിൽ ഈ വഴിയോരത്ത് ചെന്നാൽ അറിയാം എന്തോരം മനുഷ്യരാണ് അനാവശ്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ദുരന്തമായിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് ഹോട്ടലുകളും പിന്നെ എന്താണ് ഹോസ്പിറ്റലുകളാണ്. ശരിയാണോ? ഈ ഭക്ഷണം ശരീരത്തെ അമിതമായി കഴിഞ്ഞാൽ ഹോർമോണുകൾ താളം തെറ്റി വളരും. താളം തെറ്റി വളർന്ന എന്ത് പ്രശ്നം എന്താണെന്നറിയോ? എല്ലാ ലൈംഗിക അതിക്രമങ്ങൾക്കും ആക്രമണങ്ങൾക്കും കാരണം ശരീരത്തിൻ്റെ ഹോർമോണുകളാണ്. ഹോർമോണുകൾ തെറ്റുന്നതാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടാകുന്നതും സ്നേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ശരീരത്തിൻ്റെ ഹോർമോണുകൾ താളം തെറ്റുന്നത്. അത് എപ്പോഴാണ്? അനാവശ്യമായി ആവശ്യമില്ലാത്ത ഹോർമോണുകൾ നമ്മൾ കച്ചവടം പോലെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് താളം തെറ്റി പ്രതിവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കരുതെന്നല്ല, മാസത്തിലൊന്നൊക്കെ പുറത്ത് പോകണം. പാവപ്പെട്ടവർ കച്ചവടം നടത്തുന്നവരുണ്ട്, അവരെ സഹായിക്കണം. പക്ഷേ എല്ലാ ദിവസവും ഓർഡർ ചെയ്യുക. ഈ എണ്ണയും മീനും ഒക്കെ കഴിച്ച് നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണം. അതുകൊണ്ട് നോക്കിയ പ്രിയപ്പെട്ടവരെ, എന്തോരം കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാവോ? ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ മക്കൾ എന്തോരം ദുരന്തങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നറിയാവോ? എന്തോരം സങ്കടങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് ഈശോ ചാട്ടവാറെടുത്തൊരു സ്ഥലമാണ് ഭക്ഷണമേശ. രണ്ടാമത് അവൻ ചാട്ടവാറെടുത്ത് എന്താണ്? നാണയം മാറ്റക്കാര്. പണത്ത് കച്ചവടമാക്കുക. പണം ഒരു കച്ചവടം. എനിക്ക് ലാഭത്തിന് വേണ്ടി മാത്രം പണം ഉപയോഗിക്കാം, അല്ലേ? മറ്റൊരാളുടെ സങ്കടങ്ങളെ കാണാതെ കോടികൾ എൻ്റെ അക്കൗണ്ടിലുണ്ട്. എൻ്റെ അയൽവക്കത്ത് വേദനിക്കുന്ന ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവൻ്റെ സങ്കടത്തെ കാണാതെ എൻ്റെ കച്ചവടത്തിന് വേണ്ടി മാത്രം ഞാൻ പണം ഉപയോഗിക്കുമ്പോൾ അവിടെ ദൈവം ചാട്ടവാറെടുക്കും. ഹല്ലേലൂയ. കണ്ടോ? ഈ അറിവ് നമുക്ക് ആവശ്യമാണ്. ഈ അറിവ് നമ്മൾ കുറേ വചനം വായിക്കുന്നു. നമ്മൾ പറയുന്നത് ദേവാലയത്തെ കച്ചവടമാക്കിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ എന്ത് കച്ചവടം അവിടെ നടന്നേ? എൻ്റെ ശരീരത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ദൈവം ചാട്ടവാറെടുക്കും. എൻ്റെ ജീവിതത്തെ പണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ദൈവം ചാട്ടവാറെടുക്കും. ശരീരമാണ് ദേവാലയം. പുറത്തെ കച്ചവടത്തെക്കുറിച്ചും പുറത്തെ സ്ഥാനത്തെക്കുറിച്ചും ഒന്നല്ല ദൈവം പറയുന്നത്. എൻ്റെ ശരീരത്തെ തിന്നാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ അവിടെ ദൈവം നമ്മളെ നശിപ്പിച്ചു കളയും. എൻ്റെ ജീവിതത്തെ പണത്തിന് വേണ്ടി മാത്രമാണ്. അല്ലെ, ദേവാലയമില്ല, പള്ളിയില്ല, വൈകുന്നേരം സന്ധ്യകളിൽ പ്രാർത്ഥനയില്ല, എല്ലാം പണം പണം പണം, ഒറ്റ ചിന്തയുള്ളൂ നമുക്ക്. അത് ദുരന്തമാണ്. അത് ദുരന്തം വലിച്ചു വെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ജീവിക്കാൻ മതി, നമുക്ക് ജീവിക്കാൻ മതി. ബാക്കിയെല്ലാം ദൈവം തന്നോളൂന്നേ, അല്ലേ? ബാക്കിയെല്ലാം ദൈവം നമുക്കായി അനുവദിച്ചു തരും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് അറിവ് വേണം, അറിവ്, ജ്ഞാനം വേണം. ജ്ഞാനം എന്താ? അറിവെന്ന് പറഞ്ഞാൽ നോക്കിയേ, എന്താ സ്നേഹമെന്ന് നമ്മൾ അറിയണം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ. ഇനി എവിടെ ആര് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ട ഒരു ഉത്തരം ഇതാണ്: എന്താ സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് സാരി മേടിച്ചു തരുന്ന പരിപാടിയില്ലേ? അമ്മമാർ വന്ന് പറയും, അച്ഛാ എൻ്റെ കെട്ടിയോന് സ്നേഹമില്ല, എനിക്കൊരു സാരി മേടിച്ചു തരാറില്ല, ഒരു ചുരിദാർ മേടിച്ചു തരാറില്ല, എൻ്റെ വീട്ടിൽ പറഞ്ഞു വിടാറില്ല, ഒന്നും ചെയ്യാറില്ല, പിന്നെ എങ്ങനെ ഇയാൾക്ക് സ്നേഹം ഉണ്ടെന്ന് പറയാം? ഈ കെട്ടിയോന്മാർ പറയും, അച്ഛാ ഞാൻ കഷ്ടപ്പെട്ട് പറമ്പിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് അവൾ ചോദിക്കാറില്ല, എന്നെ ഒന്നും സ്നേഹിക്കാറില്ല, എങ്ങനെയാണ് ചേട്ടാ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അവൾ ചോദിക്കാറില്ല. അവൾക്കെല്ലാം ഇങ്ങനെ ആവശ്യങ്ങളൊരു നിരയുള്ളൂ അച്ഛാ, പിന്നെ ഇവളെ എങ്ങനെ ഞാൻ സ്നേഹിക്കുന്നേ? നമ്മുടെ പരാതി ഇതാ. ഇത് സ്നേഹത്തിൻ്റെ പ്രശ്നമല്ല കേട്ടോ. ഇതെന്താ വിഷയം എന്നറിയാവോ? സ്നേഹം എന്താണെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഇത് സ്നേഹത്തിൻ്റെ ചില പ്രകടനങ്ങളാണ്. സാരി മേടിച്ചു കൊടുക്കുക, ഭക്ഷണം മേടിച്ചു കൊടുക്കുക, കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരിക, സുഖമാണോ എന്ന് ചോദിക്കുക. ഇത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഇനി എന്താ സ്നേഹം എന്ന് ഞാൻ പറയാം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇത്രയേ ഉള്ളൂ: അറിയുക. എന്താണ്? അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അറിവാണ് സ്നേഹം, അല്ലേ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങൾ: നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുമുള്ള വിവേചന ശക്തിയിലും ഉത്തരോത്തരം വർദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടോ? നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കുന്ന എപ്പോഴാണ്? ഓക്കെ, ശ്രദ്ധിച്ചേ. നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും, ജ്ഞാനം നിറയുമ്പോൾ, ജ്ഞാനത്തിലും എല്ലാ തരത്തിലുമുള്ള വിവേചന ശക്തിയിലും ഉത്തരോത്തരം വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? സ്നേഹം വർദ്ധിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? എപ്പോഴാ? ജ്ഞാനം ഉണ്ടാകും, അറിവുണ്ടാകും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഒത്തിരി നാൾ പ്രേമിച്ച് ജീവിച്ചു. പക്ഷേ പ്രേമിച്ച് ജീവിച്ച് വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് ദുരന്തം ഉണ്ടാകും, പെട്ടെന്ന് ഡിവോഴ്സുകൾ സംഭവിക്കും. എന്താ കാരണം? പ്രേമിച്ച് ജീവിച്ചത്രയും കാലം അറിവല്ല, വികാരങ്ങളാണ് അവരെ നയിച്ചത്. മനസ്സിലായോ? പ്രേമിച്ച് ജീവിച്ചത്രയും കാലം അറിവല്ല, വികാരമാണ് അവരെ നയിച്ചത്. എന്നാൽ സ്വന്തമായി കഴിഞ്ഞപ്പോൾ
പിന്നെ വികാരമല്ല, അവരെ പിന്നെ എന്നാ നയിക്കുന്നത്? എന്താ നയിക്കുന്നത്? അറിവാണ്. ഈ വ്യക്തിയെ അറിയാൻ തുടങ്ങുകയാണ് സ്വന്തമാക്കി കഴിയുമ്പോൾ. അതാണ് എൻ്റെ പ്രശ്നം. കണ്ടോ, അറിവ് കൂടുന്തോറും ഒന്നെങ്കിൽ സ്നേഹം കൂടും, അല്ലെങ്കിൽ വെറുപ്പ് കൂടും. അതാണ് വിഷയം. ഉണ്ടോ, വിവാഹത്തിന് മുമ്പ് നമുക്ക് വികാരങ്ങളെ നമ്മൾ നയിക്കുന്നത്. ഇന്നത്തെ പിള്ളേരൊക്കെ പ്രശ്നം അതാണ്, അല്ലേ? എനിക്ക് മാറാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കുഞ്ഞിനെ കൊണ്ടുവന്നു, ഒരു പെൺകുട്ടിയാണ്. അവളിങ്ങനെ മുമ്പിലിരുന്ന് എന്നോട് പറയണം, അച്ഛാ ഞാനൊരു പ്രേമബന്ധത്തിൽ കുടുങ്ങി. ഞാനൊരു കാര്യം ഇതിന് മുമ്പ് നിങ്ങളോട് പറയാം. ഈ അടിമത്തം എന്ന് പറയുന്ന സംവിധാനമൊന്നുമില്ല കേട്ടോ. അടിമത്തം ഇല്ല, അഡിക്ഷൻ. നമ്മൾ പറയാണ്, എനിക്ക് മദ്യം കഴിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയില്ല. അല്ലെങ്കിൽ എനിക്കൊരു പ്രതിസന്ധി അതിജീവിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയില്ല. അങ്ങനെ ഒരു വിഷയമില്ല പ്രിയപ്പെട്ടവരെ. അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ പറയുന്നത് ആവർത്തിച്ചുണ്ടായത്. അച്ഛൻ ഞാൻ കുറേ നാളായി ഈ മദ്യം കഴിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആവർത്തനമാണ് അഡിക്ഷൻ എങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ, ശാസ്ത്രം പറയുന്നത് ആവർത്തനമാണ് അടിമത്തം, അല്ലേ? ആവർത്തിച്ചൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അഡിക്ഷൻ ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാം. പച്ച മലയാളത്തിൽ വളരെ വ്യക്തമായൊരു കാര്യമാണ്. എത്രയോ നാളായി ജപമാല എല്ലാം തുടങ്ങിയിട്ട് വലിയ അഡിക്ഷനായിട്ടുണ്ടോ? ഉണ്ടോ? എത്ര നാളായി ഈ സാധനം വിട്ടാൻ തുടങ്ങിയിട്ട്, ഇല്ലേ? ഇതിപ്പോൾ കാണുമ്പോൾ സാത്താനെ കാണുന്ന പോലെ നമ്മുടെ അവസ്ഥ. എത്രയോ നാളായി ഈ ജപമാല ഉരുട്ടിക്കൊണ്ട് നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്, ആവർത്തിച്ച് ചെല്ലുമല്ലേ? എത്രയോ നാളായി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുടങ്ങിയിട്ട്, എന്തോ ഒരു ആവർത്തന. എങ്ങനെയല്ലേ ഈ സാധനം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ് നമ്മുടെ ചിന്ത. ഞായറാഴ്ച ആകുമ്പോഴത്തേനും ദുരന്തം, വീട്ടിൽ പടയായി, ഡ്രസ്സിന് വേണ്ടി പടയായി, എഴുന്നേക്കാനുള്ള പടയായി. നോക്കി, ഒരു അടിമത്വവും ഇല്ല. അങ്ങനെയെങ്കിൽ ആവർത്തനമല്ല അടിമത്തം, അത് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണ് അടിമത്തം. ഒരു ഉദാഹരണം വ്യക്തമായി ഞാനൊരു ഉദാഹരണം പറയാം. ഈ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയണം, അച്ഛാ എനിക്ക് ഒരു ചെക്കനുമായിട്ട് സ്നേഹബന്ധത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അവളോട് ഞാൻ ചോദിച്ചു, എടി ഒരാളാണോ അത് കൂടുതലുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ എൻ്റെ ഇങ്ങനെ ചോദിക്കുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളാണോ ഒന്നിൽ കൂടുതലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് എന്തോ മനസ്സിലായി. അവൾ പറഞ്ഞു, അല്ല അച്ഛാ 3 എണ്ണം ഉണ്ടെന്ന് പറയും. അപ്പം നീ ഒന്നെന്ന് പറഞ്ഞോ? ആ ഒന്നാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നത്, ബാക്കി 2 എണ്ണം സ്റ്റെപ്പിനെയാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കണ്ണി നോക്കി ചോദിക്കുമെന്ന്, വെറുതെ തമാശക്ക് ചോദിച്ചാണ്. അവളങ്ങ് പറഞ്ഞു, ഒന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മോളെ ഇതിൽ ഒരെണ്ണമെങ്കിലും ക്രിസ്ത്യാനി ഇല്ലല്ലോടി എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് വീണ്ടും പ്രശ്നമായി. അതേ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിൻ്റെ പ്രശ്നം? അവൾ പറഞ്ഞു, അച്ഛാ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ചെറുപ്പക്കാരൻ, അവനുമായിട്ട് ഞാൻ പ്രേമബന്ധത്തിലാണ്. അവനെനിക്ക് ഇനി ഉപേക്ഷിക്കാൻ പറ്റില്ല, അവനെ വിവാഹം കഴിക്കണം. വീട്ടിൽ സമ്മതിക്കില്ല, ആകെ പ്രശ്നമാണ്, ആകെ വിഷയമാണ്, ജോലി പ്രശ്നം, വീട്ടിൽ പ്രശ്നം, എന്തെങ്കിലും ഒരു പരിഹാരം അച്ഛൻ കണ്ടെത്തി തരണം. ഞാൻ ചോദിച്ചു, എന്താ നിൻ്റെ വിഷയം? അവൾ പറഞ്ഞു, അച്ഛാ ഞാൻ ഇപ്പം 3 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 3 വർഷമായിട്ട് ഞാൻ ഒരു സ്ഥാപനത്തിൽ ചെന്നു. അവിടെ കണ്ട നല്ലൊരു പയ്യൻ, അവനെക്കൊണ്ട് ഒരു കുഴപ്പമില്ല അച്ഛൻ, നല്ല മിടുക്കനാണ്, കാണാൻ നല്ലതാണ്, നല്ല കഴിവാണ്, നല്ല സംസാരം, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു ശരി, സമ്മതിച്ചു. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? 3 വർഷമായി. ഞാൻ ചോദിച്ചു, മോളെ ഈ 3 വർഷം മുമ്പ് വരെ നിൻ്റെ എല്ലാ പ്രിയപ്പെട്ടത്, നീ ഈ പ്രേമബന്ധം, ഈ ബാക്കി 2 പേര് 3 വർഷം മുമ്പ് തുടങ്ങിയതാണോ? അല്ലച്ചാ, ഈ 3 പേരും ജോലി ചെയ്യാൻ വേണ്ടി പിന്നെ തുടങ്ങിയതാണ്. ബാക്കി 2 പേരും അങ്ങനെ പ്രേമബന്ധം എന്നൊന്നും പറയാനില്ല, ഞങ്ങളിങ്ങനെ സൗഹൃദം, ബെസ്റ്റീന്നോ അങ്ങനെയൊക്കെ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഈ 3 പേരുമായിട്ട് ഭയങ്കര സൗഹൃദം. ഇതിൽ ഒരാളെ എനിക്ക് കെട്ടണം, ബാക്കി 2. ഇതെല്ലാം സംഭവിച്ചിട്ട് ഈ 3 വർഷമായിട്ടുള്ളൂ. അതിന് മുമ്പ് വരെ നീ എൻ്റെ പ്രിയപ്പെട്ടത് ആരായിരുന്നു? എൻ്റെ പ്രിയപ്പെട്ടത് എൻ്റെ അപ്പനും അമ്മയായിരുന്നു. നീ എത്ര തവണ ഒരു ദിവസം എൻ്റെ അപ്പനും അമ്മയും വിളിച്ചുകൊണ്ടിരുന്നു? അച്ഛൻ ഞാൻ ഒരു ദിവസം എനിക്ക് ഇൻ്റർവെൽ കിട്ടുമ്പം, ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെ മമ്മിയെ വിളിക്കാറുണ്ട്. പപ്പയെ ദിവസത്തിൽ 1 വിളിക്കാറുള്ളൂ. മമ്മിയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. മമ്മിയെ വിളിച്ചില്ല എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ മമ്മിയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. പപ്പയെ ഒരു ദിവസത്തിൽ 1 2 ദിവസം കൂടുമ്പോഴൊക്കെ വിളിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ എത്ര വയസ്സായി? 24 വയസ്സായി. അപ്പോൾ ഈ 21 വയസ്സ് വരെ നീ എപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരുന്ന നിൻ്റെ പപ്പയാണ്, നിൻ്റെ മമ്മയാണ്, നിൻ്റെ വീടാണ്, നിൻ്റെ പ്രിയപ്പെട്ടതാണ്. അതായിരുന്നു നിൻ്റെ അടിമത്തം എന്ന് പറയുന്നത്. നിൻ്റെ ജീവിതത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് ഈ 21 വയസ്സ് വരെ നിൻ്റെ അപ്പനും അമ്മയായിരുന്നു. 21 വയസ്സ് വരെ ഇവൾക്ക് എല്ലാമായിരുന്ന, പ്രിയപ്പെട്ടതായിരുന്ന, അടിമത്തമായിരുന്ന അപ്പനെയും അമ്മയും 3 വർഷം കൊണ്ട് പുല്ലുപോലെ എടുത്ത് പുറത്ത് കളയാമെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞ്, പിന്നെ എന്താ അടിമത്തം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. അറിവില്ലാത്ത നമ്മുടെ വിഷയം. അറിവ്, ജ്ഞാനം കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ കുറേ കൊടുക്കുന്നുണ്ട്. എന്താണ്? കുറേ പൊട്ട അറിവുകൾ നമ്മൾ ജ്ഞാനം കൊടുക്കുന്നില്ല മക്കൾക്ക്, അല്ലേ?
21 വയസ്സ് വരെ ഇവളുടെ എല്ലാമായിരുന്ന, പ്രിയപ്പെട്ടതായിരുന്ന, ഇവൾക്ക് വിശന്നപ്പോൾ അപ്പം കൊടുത്ത, ജ്ഞാനം കൊടുത്ത, ഇവളെ പഠിപ്പിച്ച, ഇവൾക്ക് വസ്ത്രം മേടിച്ചു കൊടുത്ത, ഇവൾക്ക് കരഞ്ഞപ്പോൾ ഇവൾ ചേർന്ന് നിന്ന ഇവളുടെ അപ്പനെയും അമ്മയും ഇന്നലെ കണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ വികാരത്തിൻ്റെ മുകളിൽ പുല്ലുപോലെ എടുത്ത് കളയാമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 3 വർഷം കൊണ്ട് സ്വന്തമാക്കിയ അന്യമെന്ന് പറയുന്ന ഒന്നിനും കൊള്ളില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല? അങ്ങനെയെങ്കിൽ അടിമത്തം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നം. പ്രിയപ്പെട്ട 21 വർഷം അടിമത്തം ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തെ എടുത്ത് പുല്ലുപോലെ കളയാമെങ്കിൽ 3 വർഷം കൊണ്ട് സ്വന്തമാക്കിയതിനാണ് കളയാൻ പറ്റാത്തത്. എന്നാൽ കുഞ്ഞ് നല്ലൊരു മിടുക്കനായ ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ച് സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് അറിവ് കൊടുക്കാൻ പറ്റുന്നില്ല. ഹാലലുയ, ഉറക്കെ പറഞ്ഞേ ഹാലലുയ, ഹാലലുയ. അങ്ങനെയെങ്കിൽ സ്നേഹം എന്നാൽ അത് അറിവാണ്. ഈ അറിവ് നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. ഈ അറിവിനെ ഒരു 3 തലത്തിൽ ഞാൻ തിരിക്കാനായിട്ട് ആഗ്രഹിക്കാം. 3 തരം. ഒന്ന്, ഞാൻ എന്നെ തന്നെ അറിയുക എന്നുള്ളതാണ്. എന്താണ്? ഞാൻ എന്നെ തന്നെ അറിയുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിക്കാം, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാറുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല എന്ന് ഞാൻ തെളിവ് തരട്ടെ. തെളിവ് ഇവിടെ ശ്രദ്ധിച്ചോ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കർത്താവേ, എനിക്കൊരു ചങ്കുണ്ട്, ഈ ചങ്ക് നിന്ന് പോകാത്തത് കൊണ്ടാണല്ലോ ഞാൻ എഴുന്നേറ്റത്, അതുകൊണ്ട് ഈ ചങ്കിനെ ഓർത്ത് നന്ദി പറഞ്ഞ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കർത്താവേ, എനിക്ക് 2 കിഡ്നി ഉണ്ടല്ലോ, ആ കിഡ്നി നിന്ന് പോകാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റത് എന്നോർത്ത് ഈ കിഡ്നി ഓർത്ത് നന്ദി പറഞ്ഞ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അച്ഛൻ ഈ മണ്ടത്തരമൊക്കെ പറയുന്നത് ഇതൊക്കെ ഓർത്തപ്പോൾ വേറെ എന്തെല്ലാം കാര്യം ഓർക്കാൻ കിടക്കുന്നത്. അപ്പോഴാണ് കിഡ്നിയെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചൊക്കെ ഓർത്ത് രാവിലെ എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, അത് മണ്ടത്തര. കാരണം ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ ചങ്കിനെക്കുറിച്ച് മാത്രം ഓർത്ത് എഴുന്നേറ്റ മനുഷ്യർ നമ്മുടെ ഐസു കിടപ്പുണ്ട്. ആരാണ്? ഇന്നലെ അറ്റാക്ക് വന്ന് ഹൃദയം നിന്ന് പോയവർ ഓർക്കുന്ന എന്തിനെക്കുറിച്ചാണ്? ഹൃദയത്തെക്കുറിച്ചാ. ഈ ആഴ്ചകൾ മുഴുവൻ 2 തവണ പോയി ഡയാലിസിസിന് വിധേയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ 3-4 തവണ ഡയാലിസിന് വിധേയപ്പെട്ട് 2 കിഡ്നി നഷ്ടപ്പെട്ട് 1 കിഡ്നിക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ചിന്തിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? ആ കിഡ്നിയെക്കുറിച്ചാണ്. അതാ ഞാൻ പറയാം, നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. കണ്ടോ, നമുക്കെല്ലാം പൂർണ്ണമായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ അവയവത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്. കാലിൻ്റെ അറ്റത്തൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എന്താ ഓർത്തുകൊണ്ടിരിക്കുക? ഈ മുറിവിനെ കുറിച്ചാണ്. ശരിയാണോ? അല്ലേ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ശരീരമാണെങ്കിലും പല അവയവങ്ങൾ ചേർന്നതാണ് നിങ്ങളുടെ ശരീരം. മറക്കരുത്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ മദ്യം, ഇന്ന് ഒരുപക്ഷെ ഈ 2025 ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ ദിവസം നമ്മുടെ ക്രിസ്മസിൻ്റെ. എന്ത് ദുരന്തമാണ് അല്ലേ? ഒരു ദൈവം പിറന്ന ദിവസമാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെട്ടത്. എന്ത് ദുരന്തമാണ്! നമ്മുടെ ശരീരത്തെ വിവേചിച്ചറിയാതെ ശരീരത്തെ നശിപ്പിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ശരീരത്തെ അറിയണമെന്നേ. ഇത് 5000-ൽ പരം സംവിധാനങ്ങളുണ്ടെന്ന് പറയും. ഈ ശരീരത്തിൽ 5000-ൽ പരം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു ശരീരത്തിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്നറിയാവോ? ബ്ലഡ്, ഞാൻ ഈ വൈദ്യശാസ്ത്രമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ വായിച്ചുള്ള അറിവ് ഇതാണ്. 6 ലിറ്റർ ബ്ലഡ് ഉണ്ടെന്നാണ് പറയുന്നത്. 6 ലിറ്റർ. ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം നമ്മൾ. കാരണം എന്താണ്? ബ്ലഡ് നഷ്ടപ്പെട്ട് ബ്ലഡിൽ ക്യാൻസർ കയറി ആ ബ്ലഡ് വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു മുതൽ പ്രായമുള്ളവർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ശരീരത്തിൽ മനോഹരമായ ബ്ലഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ നന്ദി പറയണം. ഇതാ സ്നേഹം. അല്ലാതെ കുറേ പുട്ടിയിട്ട് കുറേ സ്ട്രൈറ്റും ചെയ്ത് നല്ല ഡ്രസ്സ് വിട്ട് നടക്കുന്നതല്ല നമ്മുടെ സ്നേഹം. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ 1 മണിക്കൂർ നോക്കുന്നതും കുളിക്കുന്നതും അലക്കുന്നതും ഇത് സ്നേഹത്തിൻ്റെ ഭാഗ്യ പ്രകടനങ്ങളാണ്. എൻ്റെ ആന്തരിക അവയവങ്ങളെ അറിയുക എന്നതാണ് ഏറ്റവും നല്ല സ്നേഹം. അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഉള്ള ഗുണം എന്താണെന്നറിയാവോ? നമ്മൾ കൃത്യമായി കിടന്നുറങ്ങും, വിശ്രമം കൊടുക്കും. ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. ഇന്നത്തെ പിള്ളേർക്കൊന്നും വിശ്രമമില്ല. രാവും പകലും മുഴുവൻ ഇരുന്ന് തോണ്ടലും പഠനവും മാത്രമേ ഉള്ളൂ. അതെന്താ പറ്റിയ? ഭാവി ദുരന്തങ്ങൾ, ഡിപ്രഷൻ രോഗം പെട്ടെന്ന് വരും. പെട്ടെന്ന് ശരീരത്തിലെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടും. പെട്ടെന്ന് തളർന്നു പോകും. ഒരു വെയിൽ കൊണ്ടാൽ വാടിപ്പോവും. അതവസ്ഥ കണ്ടോ? അതുകൊണ്ട് ശരീരത്തെ വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമം കൊടുക്കണമെന്ന് അറിവാണ് എൻ്റെ ജീവിതത്തെ സ്നേഹം. ഞാൻ കഴിക്കേണ്ടത് കഴിക്കാൻ പാടുള്ളൂ എന്ന അറിവാണ് സ്നേഹം. ആരോഗ്യമുള്ളവർക്കല്ല, ബാക്കി പറഞ്ഞേ, രോഗികൾക്കാണ് ആരെ കൊണ്ട് ആവശ്യം? വൈദ്യനെ കൊണ്ട് ആവശ്യം.
കർത്താവ് പറഞ്ഞേക്കുന്ന, ഞാൻ പറഞ്ഞല്ല. കണ്ടോ? അങ്ങനെയെങ്കിൽ വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന്, ഈശോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. അത് ഞാൻ സൃഷ്ടിച്ചതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്ന് തരുന്ന പരിപാടിയല്ല. ആ വൈദ്യൻ്റെ ദൈവം കൊടുത്ത കഴിവുകൾ ആ വൈദ്യനിലൂടെ പ്രവർത്തനമാക്കുന്നതാണ് അത്ഭുതം. അങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കണം. അല്ലാതെ എല്ലാം ദൈവത്തോട് പറഞ്ഞാൽ മതി, എല്ലാം സംഭവിച്ചാൽ മരുന്ന് കഴിക്കണ്ട, അല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. രോഗം വന്നാൽ മരുന്ന് വേണം. ഈ അറിവാണ് സ്നേഹം. സ്നേഹം. മരുന്ന് വേണം, എനിക്ക് വിശ്രമം വേണം, എനിക്ക് കഴിക്കേണ്ടതേ കഴിക്കാൻ പാടുള്ളൂ, അനാവശ്യമായി ഞാൻ വറ്റി വിഴുങ്ങാൻ പാടില്ല. അത് ഈ അറിവാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി, പ്രിയപ്പെട്ടവരെ. പിന്നെ മദ്യത്തിന് മുമ്പിൽ പോടാ പുല്ല എന്ന് പറയാൻ പറ്റും നമുക്ക്. എനിക്കൊരു ഒരു സുഹൃത്ത്, ഞാൻ അവനെ പരിചയപ്പെട്ടത് അവൻ്റെ ഭാര്യ വഴിയാണ്. ഭാര്യ ഇങ്ങനെ നിരന്തരം മദ്യപാനിയായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. ചെറുപ്പക്കാരൻ, 32 വയസ്സേ ഉള്ളൂ. ഒരു പാവപ്പെട്ട ചെറ്റക്കുടിൽ 1.5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. എന്നിട്ടോ ഇവനെ ധ്യാനം കൂടിപ്പിച്ചു. എൻ്റെ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനം കൂടിപ്പിച്ചു. നന്നാവുന്നില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന 4 ധ്യാന കേന്ദ്രങ്ങൾ ഞാൻ ധ്യാനം കൂടിപ്പിച്ചു, എൻ്റെ പൈസ എടുത്ത്. നന്നാവുന്നില്ല. വരുന്നു, ഒരാഴ്ച നിൽക്കുന്നു, വീണ്ടും മദ്യം കഴിക്കുന്നു. അവൻ പറയും, നേരത്തെ പറഞ്ഞ പോലെ, അച്ഛാ മാറ്റാൻ പറ്റുന്ന അഡിക്ഷനാണെന്ന് അവൻ, അഡിക്ഷൻ. അവൻ വീണ്ടും അവനെ പോയി. അങ്ങനെ ഞാൻ 1 മാസത്തെ സാലറിയൊക്കെ മാറ്റിവെച്ച് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് ചികിത്സിച്ചു. ഡി അഡിക്ഷൻ, അല്ലേ? ഈ മദ്യം കൂടി മാറ്റുന്ന ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് ചികിത്സിച്ചു. അങ്ങനെ 1.5 മാസം കിടന്ന് തിരികെ വന്നു. 1.5 മാസം കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായി, എനിക്ക് നന്ദി പറയുന്നു. അവൻ ഭയങ്കര ഹാപ്പിയായി. കൂലിപ്പണിയാണ് ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ വീടാണ്. ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ തന്നെ സമൃദ്ധി ഉണ്ടാകും, പണം ഉണ്ടാകും. കൂലിപ്പണി ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും. അത് അത്രയും മതി നമുക്ക്. അങ്ങനെ ഒരു സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷെ 1.5 ആഴ്ച കഴിഞ്ഞ് ഇവൻ വീണ്ടും ബാറിൽ പോയി കുടിച്ചു. ഇത് ഞാൻ അറിഞ്ഞു. ഞാൻ വിളിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞു. അവനോട് പറഞ്ഞ്, മേലെ എന്നെ വിളിക്കാൻ പാടില്ല, കാരണം എൻ്റെ പണം മുടക്കിയാണ് നിന്നെ ഞാൻ രക്ഷിക്കാൻ വേണ്ടി നോക്കിയത്, നിൻ്റെ കുടുംബത്തെ, നിന്നെയും. അതുകൊണ്ട് ഇനി ഒരു ഓപ്ഷൻ നിനക്കില്ല, നിർത്തി. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ കുറേ പരിശ്രമിക്കുക, എന്നിട്ട് പറ്റിയില്ല ഈ കാലിലെ പൊടി തട്ടിയിട്ട് നിങ്ങൾ പൊക്കോളാനാണ് പറഞ്ഞത്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ പരിപാടി നിർത്തി. അങ്ങനെ ഒരു ദിവസം ഇവൻ കുടിക്കാൻ വേണ്ടി പോയി. കുടിച്ച് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ വഴിയിൽ വീണ് കിടക്കുക. നാട്ടുകാരെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഉള്ളിലെ എല്ലാ ആന്തരിക അവയവങ്ങളും ഈ കുടിച്ച് ദ്രവിച്ച് തീർന്നു. കരള്, വൃക്ക എല്ലാം നശിച്ചു കഴിഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് അവനെ കുറേ വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു. അങ്ങനെ അവൻ ബോധം വന്ന് പിറ്റേ ദിവസം ഐസിയുലാണ് കിടക്കുന്നത്. കിടന്ന ഇവനോട് പറയാണ്, നീ ഇനി മദ്യം തൊട്ട്, നിൻ്റെ എല്ലാം തീർന്നു, ഇനി മദ്യം എന്ന് തൊടുന്നോ അന്ന് നീ മരിക്കുമെന്ന് പറഞ്ഞു. ഇല്ല എങ്കിൽ നിനക്ക് കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കാം. ഇപ്പോൾ ഇവൻ ഐസിയു കിടക്കൽ കിടന്നിട്ട് ഈ ഡോക്ടറോട് പറഞ്ഞു, ഇതാണ് എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കൊരു അച്ഛനെ വിളിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഡോക്ടർ എന്തിന് ഇപ്പോഴും അച്ഛനെയാണ് നിനക്ക് വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. വീണ്ടും വഴക്ക് പറഞ്ഞു. അല്ല ഡോക്ടറെ, ഞാൻ മരിക്കാൻ പോവല്ലേ, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഒരാളോടെ ക്ഷമ പറയാനുള്ളൂ, അതെന്നെ നന്നാക്കാൻ നോക്കിയ അച്ഛനോടാണ്. ആ അച്ഛനെ ഒന്ന് വിളിച്ചു തരുമോ? അപ്പോൾ അവൻ പറഞ്ഞു, ജിൻഡോ അച്ഛനെ വിളിച്ചു, എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഓക്കെ, ഇവൻ്റെ അവസാനത്തെ ആഗ്രഹം, പറയാൻ പറ്റില്ല, ഇവൻ മരിക്കുമെന്ന് അറിയത്തില്ല, ആ സ്റ്റേജിലാണ് ഇവനുള്ളത്. അപ്പോൾ ഡോക്ടർ ഭാര്യയെ വിളിച്ചു. ഭാര്യ ഉള്ളിൽ കയറി വന്ന് അവളുടെ ഫോണിൽ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താടാന്ന് ചോദിച്ചു. ദേഷ്യത്തോടെ ചോദിച്ചേ, കാരണം ഇവനോട് ഒത്തിരി നന്നാക്കാൻ നോക്കി ശ്രമിച്ച് നടന്നില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എന്നോട് ദേഷ്യപ്പെടരുത്, ഞാൻ മരിക്കാൻ കിടക്കുമെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് എനിക്ക് സങ്കടമാണ്. ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛാ ഇങ്ങനെ സംഭവം, ഞാൻ ഐസിയുവിലാണുള്ളത്. എന്നിട്ട് ഇവൻ പറഞ്ഞൊരു ഡയലോഗ് ഇതാണ്, അച്ഛാ ഞാൻ ഈ ആശുപത്രി കിടന്നിട്ടൊരു കാര്യം പറയാം. എൻ്റെ ഡോക്ടറിൻ്റെ അടുത്തുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ അച്ഛനോടൊരു കാര്യം പറയാം. അച്ഛാ ഇവിടുന്ന് എനിക്കൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്നൊന്ന് ഞാൻ രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി മദ്യം തൊടില്ല. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യം തൊടില്ല. ഓക്കെ, എത്ര ധ്യാന കേന്ദ്രങ്ങൾ ഞാൻ അവനെ കൊണ്ടുപോയി, എത്ര ഡി അഡിക്ഷൻ സെൻ്ററിൽ ഞാൻ അവനെ പരിശോധിച്ചു. പക്ഷേ മരണക്കിടക്കയിൽ മരണത്തോട് മല്ലടിക്കുന്ന അവൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞന്ന് അവൻ മദ്യത്തോട് നോ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇല്ല. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുക, അങ്ങനെയെങ്കിൽ അഡിക്ഷൻ ഇല്ല, നമ്മുടെ മനസ്സാണ് നമ്മുടെ വിഷയം. എന്നിട്ട് എന്താ പറ്റിയെന്നറിയാവോ? പറ്റിയതാണ് 6 മാസക്കാലം പിന്നെ അവൻ മദ്യം തൊട്ടിട്ടില്ല. ഒരാഴ്ച പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തവനാ. 6 മാസം അവൻ മദ്യം തൊട്ടിട്ടില്ല. അവൻ ജോലിക്ക് പോയി, കൂലിക്ക് പോയി. പക്ഷേ ജോലി സ്ഥലത്ത് വെച്ച് അവൻ ബോധം കെട്ട് വീണ് അവിടെ മരിച്ചു 6 മാസം കഴിഞ്ഞപ്പോൾ. കാരണം ഇവൻ്റെ എല്ലാം നശിച്ചായിരുന്നു. ഇതിനു മുമ്പ് എല്ലാം തകർന്നു പോയി. പിന്നെ അവന് ജീവനിലേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം,
ഈശോ വ്യക്തമായ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, പാപം കൈമാറ്റം ചെയ്യപ്പെട്ടില്ല. ഇവിടെ ശ്രദ്ധിച്ചോ, എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. പാപം കൈമാറ്റം ചെയ്യപ്പെട്ടില്ല. എന്ത് ചെയ്യില്ല? പാപം. അതുകൊണ്ടാണ് അന്ധനായ മനുഷ്യൻ്റെ അന്ധത എന്തുകൊണ്ടാണെന്ന് ഈശോയോട് ചോദിക്കാം, ഈശോയെ ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കാരണമാണോ? അപ്പോൾ ഈശോ എന്താ പറഞ്ഞേ? പാപം കാരണമല്ല, ദൈവത്തിൻ്റെ പദ്ധതി ഇവന് പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്. അതുകൊണ്ട് പാപം കൈമാറ്റം ചെയ്യപ്പെടില്ല. നിങ്ങൾ അത് വിശ്വസിച്ചോ? ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കില്ല. പക്ഷേ ഒരു വിഷയമുണ്ട്. എന്താ വിഷയം എന്നറിയാമോ? പാപത്തിൻ്റെ ദുരന്തങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. അതാ പ്രശ്നം. പാപം കൈമാറ്റം ചെയ്യപ്പെടില്ലെങ്കിലും പാപം മൂലമുണ്ടായ ദുരന്തങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. ഇന്ന് ആ അമ്മ അറിയപ്പെടുന്നത്, ആ ഭാര്യ അറിയപ്പെടുന്നത് നിരന്തരമായി മദ്യം കഴിച്ച് അകാലത്തിൽ മരിച്ചുപോയ ഒരു ഭർത്താവിൻ്റെ ഭാര്യ എന്നതാണ്. കണ്ടോ ദുരന്തം? ആ കുഞ്ഞ്, പാവപ്പെട്ട കുഞ്ഞ് അറിയപ്പെടുന്നത് നിരന്തരം മദ്യം കഴിച്ച് മരിച്ചുപോയ ഒരു അപ്പൻ്റെ കുഞ്ഞാണ്. ആ ലേബൽ മാറുവോ? ഇല്ല, ആ ലേബൽ മാറില്ല. അത് പാപത്തിൻ്റെ ദുരന്ത ഫലമാണ്. അതിങ്ങനെ മാറില്ല. അത് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരു കുടുംബം നശിപ്പിച്ച ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള വാർത്ത, ആ വാർത്ത പിന്നെ നാട്ടിൽ അറിയപ്പെടുന്നത് ആ മദ്യപാനിയായ കുഞ്ഞിൻ്റെ വീടെന്നാണ്, ആ മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ട കുഞ്ഞിൻ്റെ വീടെന്നാണ്, ആ മറ്റ് അന്യമതസ്ഥൻ്റെ പുറകെ പോയ ആ പെൺകുട്ടിയുടെ, ആ ആൺകുട്ടിയുടെ വീടെന്നാണ്. കേട്ടോ, ദുരന്തങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടോ? നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ദുരന്തം അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ശ്രദ്ധിക്കണം നമ്മൾ കേട്ടോ. പാപത്തിൻ്റെ ഫലം ഞാനേ അനുഭവിക്കുള്ളെങ്കിലും അതുമൂലം ഉണ്ടാക്കിയ ദുരന്തങ്ങൾ വലുതാ പ്രിയപ്പെട്ടവരെ. ചെയ്യരുത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്, സമ്മാനമാണ്. കൊറിന്തോസർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? എന്താണ് ഈശോ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ എന്തേ അറിയാത്തത്? 1 കൊറിന്തോസ് 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും എന്തുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല? കണ്ടോ, അറിയുന്നില്ല എന്നാ ചോദിച്ചേ. അറിവ്, അത് സ്നേഹം അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അറിവാണ്. വ്യക്തമായിട്ട് ബൈബിൾ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ ഒരു ചിന്തയുണ്ട്, നമുക്ക് പള്ളിയിലൊന്നും പോകണ്ട, കൂതാശകളൊന്നും വേണ്ട, അടിപൊളിയായിട്ട് ഇങ്ങനെ ഈ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. അങ്ങനെ കേൾക്കില്ല കേട്ടോ. അങ്ങനെ കേൾക്കുന്ന ഒരു സംവിധാനത്തിലൂടെ അല്ല ദൈവം ഈ ശരീരത്തെ സൃഷ്ടിച്ചത്. നമ്മൾ പറയും കൂതാശ വേണ്ട, കുർബാനയ്ക്ക് പോകണ്ട, പ്രാർത്ഥിക്കണ്ട, നമുക്ക് നേരിട്ട് പോയി ദൈവത്തോട് പറഞ്ഞാൽ മതി. അങ്ങനെ കേൾക്കാൻ പറ്റില്ല ദൈവത്തിന്, അങ്ങനെ കേൾക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ദൈവവുമായി കണക്ട് ചെയ്യാൻ ഒരു സിം കാർഡ് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? ആത്മാവ്. കേട്ടോ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പാപിയായിരുന്ന വിശുദ്ധ അഗസ്തീനോസ് 33 വർഷക്കാലം ഈ ഭൂമിയിലെ എല്ലാ ദുരന്തങ്ങൾക്കും പാപങ്ങൾക്കും കാരണമായ അഗസ്തീനോസ് 33-ാമത്തെ വയസ്സിൽ നിരന്തരം അവൻ്റെ അമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന കേട്ട് ദൈവം അവനെ മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ നടന്നയച്ചു. അങ്ങനെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതനും ഏറ്റവും വലിയ വിശുദ്ധനുമാണ് വിശുദ്ധ അഗസ്തീനോസ്. 33-ാമത്തെ വയസ്സിൽ എല്ലാ ദുരന്തങ്ങളോടും നോ പറഞ്ഞുകൊണ്ട് ദൈവവചനം ജീവിക്കാൻ ആരംഭിച്ച ആ വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ കൈപ്പടലിൽ എഴുതിയ മനോഹരമായൊരു പുസ്തകമുണ്ട്. ഇന്ന് സഭയുടെ എല്ലാ ആധികാരിക പഠനങ്ങളും നടത്തുന്ന വിശുദ്ധ ഗ്രന്ഥമാണെങ്കിൽ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആധികാരികമായ ഗ്രന്ഥം ഈ വിശുദ്ധ അഗസ്തീനോസ് എഴുതിയ കൺഫെഷൻ എന്ന് പറയുന്ന പുസ്തകമാണ്. കുമ്പസാരം ഇത്രയും പോരുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ കാച്ചിക്കുറുക്കിയ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: നിന്നെ കൂടാതെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. അല്ലേ? നിന്നെ കൂടാതെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ചില അപ്പനും അമ്മമാരൊക്കെ പറയാറുണ്ട്, എനിക്ക് എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുത്ത് എത്രയോ പ്രാർത്ഥിച്ചിട്ട് അച്ഛാ എൻ്റെ കുഞ്ഞിന് ഈശോ എന്നിലൂടെ ഒരു ജന്മം നൽകി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമല്ല നിങ്ങളെന്ന് പറയുന്ന കുഞ്ഞ്. നിന്റെ അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലമല്ല നമ്മളെന്ന് പറയുന്ന കുഞ്ഞ്. ഇല്ലേ? ഞാൻ ഇന്ന് ഈ അൾത്താരിൽ നിൽക്കാൻ കാരണം എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയുടെ ഫലമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കൊടുക്കുന്നുണ്ടോ ദൈവം? ഇല്ലെന്നേ. എത്രയോ ചങ്ക് പൊട്ടി ഉരുകി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. എത്രയോ നൊവേനകൾ, എത്രയോ തീർത്ഥാടനങ്ങൾ, എത്രയോ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, ഈശോയെ ഞങ്ങൾക്കൊരു കുഞ്ഞിതാ. എത്ര ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു, ഈശോ കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ
ഞാനെന്ന് പറയുന്ന ഈ ഭൂമിയെ കാണാൻ അനുവദിക്കപ്പെട്ടത് അതെൻ്റെ അപ്പൻ്റെ അമ്മയുടെയും സ്നേഹമോ വാത്സല്യമോ ചങ്കുപൊട്ടിയുള്ള പ്രാർത്ഥനയൊന്നുമല്ല. ദൈവത്തിൻ്റെ സമ്മാനമാണ് ഓരോ കുഞ്ഞും. മറക്കരുത് കേട്ടോ. ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കൊലക്കളമാകുന്നത് ഈ അമ്മയുടെ ഗർഭപാത്രമാണ്. അപ്പനും അമ്മയും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് കുഞ്ഞിനെ കൊല ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. സൗന്ദര്യത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, പരീക്ഷ ജയിക്കാൻ വേണ്ടി എന്തോരം ദുരന്തങ്ങളിലൂടെയാണ് നമുക്ക് ദൈവം നൽകുന്ന സമ്മാനത്തെ നമ്മൾ കൊന്നുകളയുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ വിശുദ്ധ അഗസ്തീനോസ് എഴുതി വെക്കുകയാണ്, നിന്നെ കൂടാതെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അനുവാദം മേടിച്ചില്ല ഈ ദൈവം എന്നെ സൃഷ്ടിക്കാൻ വേണ്ടി. മേടിച്ചോ? ഇല്ല. എൻ്റെ അപ്പനോടും അമ്മയോടും ചോദിച്ചില്ല. ഒരുപക്ഷെ അവരൊരിക്കലും ആഗ്രഹിക്കാത്ത സമയത്തായിരിക്കാം എനിക്ക് ജന്മം ഉണ്ടായത്. ഒരിക്കലും ഇന്ന് വേണമെന്ന് ആഗ്രഹിച്ചു കാണില്ല അല്ലേ? പക്ഷേ ആ സമയത്ത് ദൈവം എന്നെ കൊടുത്തു. കണ്ടോ? എൻ്റെ അനുവാദം കൂടാതെയാണ്, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അനുവാദം കൂടാതെയാണ് എനിക്ക് ദൈവം ഈ ഭൂമിയിൽ ജന്മം നൽകിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിശുദ്ധ അഗസ്തീനോസ് എഴുതി വെക്കുകയാണ്, നിന്നെ കൂടാതെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. ഇനി എന്നെ തൊടണമെങ്കിൽ ദൈവത്തിന് എൻ്റെ അനുവാദം വേണമെന്ന്. കണ്ടോ? ഇനി എന്നെ തൊടണമെങ്കിൽ ദൈവത്തിന് എൻ്റെ അനുവാദം വേണം. ഈ അനുവാദം തരുന്ന മനോഹരമായ ഒരു ഇടമാണ് എൻ്റെ ആത്മാവ്. എൻ്റെ ശരീരത്തെ അത് ചീഞ്ഞു നാറുന്ന ശരീരമാണ്. ഇത് ചീഞ്ഞു പോകും, ഡിക്കേ ആവുന്ന ശരീരം. പക്ഷേ ഈ ആത്മാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക. അതാ ഈശോ പറഞ്ഞത്, നിന്റെ ശരീരത്തിൽ ഞാൻ നിക്ഷേപിച്ച ഒരു ആത്മാവുണ്ടെന്ന് നീ എന്താ അറിയാത്തത്? അതിന് നീ വൈറസും കയറ്റി കൊള്ളില്ലാത്ത ദുർഗന്ധമാക്കി എന്തിനെങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ച മനോഹരമായ ഒരു ആത്മാവില്ലേ? അതാ നിന്റെ സിം കാർഡ്. ആ സിം കാർഡുമായിട്ട് ദൈവത്തിന് ബന്ധപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ. വെറുതെ ഈ ശരീരം പോയിട്ട് കർത്താവിന് മുമ്പിൽ. യെശയ്യാ പ്രവാചകൻ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കില്ല, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖം തിരിക്കും, കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ല, കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ? നിങ്ങളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക, കൈയും കാലും ഒക്കെ പൊക്കി എല്ലാ തീർത്ഥാടനത്തിനും പോകുന്നുണ്ട്, നൊവേനകൾ നേരുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, നേർച്ച നേർന്നുണ്ട്, തിരുനാൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ തിരുനാളുകളും അമാവാസികളും ഞാൻ വെറുത്തു, എനിക്ക് മടുപ്പാണ്. നിങ്ങളുടെ ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കും, കാരണം നിങ്ങളുടെ സിം കാർഡ് മുഴുവൻ വൃത്തികേടാ. നിങ്ങളുടെ സിം കാർഡ് മുഴുവൻ വൃത്തികേടാ. കരങ്ങൾ രക്തപങ്കിലമാണെന്ന് പറഞ്ഞാൽ ആരെയും കൊന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ പാപികളാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ കരങ്ങൾ ഉയർത്തിയിട്ട് കാര്യമില്ല. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും. അറിയണം പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താണെന്ന് അറിയുക, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്നത്തെ മക്കൾക്കൊന്നും ഇല്ലാതെ പോകുന്നത് അറിവ്, ലോകത്തിൻ്റെ അറിവുണ്ട്, പക്ഷേ ഞാനെന്താ, എന്തു വലിയ സംഭവമാണ് നമ്മൾ അറിയുന്നില്ലത് അല്ലേ? ഞാനിങ്ങനെ പിള്ളേരോട് പറയുന്നത്, വെറും പൊട്ടക്കിണറിൽ കിടക്കുകയാണ്. പൊട്ടക്കിണർ നോക്കിയേ, പൊട്ടക്കിണറിൽ കിടന്നിട്ട് പറയാണ് ഇതാണ് എൻ്റെ ലോകം. ഒരു ഗെയിം കളിച്ചിട്ട് പറയാണ് ഇതാണ് എൻ്റെ ലോകം. ഒരു പെണ്ണിൻ്റെ ചെക്കൻ്റെ പുറകെ പോയിട്ട് പറയാണ് ഇതാണ് എൻ്റെ ലോകം. മദ്യം കഴിച്ചിട്ട് പറയാണ് ഇതാണ് എൻ്റെ ലോകം. പ്രിയപ്പെട്ട അപ്പ, അമ്മ, മക്കളെ, ഒരു പൊട്ടക്കിണറിൻ്റെ സാധ്യതയല്ല, കടലിൻ്റെ സാധ്യതകൾ ഇന്ന് നമുക്കായി ഒരുക്കപ്പെട്ടിട്ടില്ലേ? എന്തോരം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയാണ് നമ്മൾ. കടലിൻ്റെ സാധ്യതയുണ്ടെന്ന്. ഇന്ന് ഒരു പൊട്ടക്കിണറിൻ്റെ പ്രത്യേകത എന്താ? പൊട്ടക്കിണറിൽ നിന്ന് ആരും പുതിയത് എടുക്കില്ല. പൊട്ടക്കിണറിലേക്ക് വേസ്റ്റുകൾ കൊണ്ട് നിറയ്ക്കുള്ളൂ. അതിട്ടിട്ടിട്ട് അത് അവിടെ കിടന്ന് മരിച്ച് ചീഞ്ഞ് ഞാറിപ്പോവും. എന്നാൽ കടലിൻ്റെ ആഴങ്ങളിൽ നിധിയുണ്ട്, അത് കണ്ടെത്തണം. അതത്ര എളുപ്പമല്ല, അതെളുപ്പമല്ല. ആ അറിവ് കൊടുത്തേ. ഒരു പൊട്ടക്കിണറിൽ കിടന്നിട്ട് ഇതാണ് ലോകം, ഈ എഞ്ചിനീയർ ഇതാണ് ലോകം, ഒരു ഡോക്ടറാവുക ഇതാണ് ലോകം, അങ്ങനെയല്ല പറയണ്ടേ. മക്കളെ, കടലിൻ്റെ സാധ്യതയുണ്ട്, അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നിധി കണ്ടെത്തുക. നിങ്ങളുടെ ഒരു മനുഷ്യനല്ല നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്. എനിക്ക് വിവാഹം കഴിക്കാൻ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരുത്തനല്ല നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചത്. കടലിൻ്റെ സാധ്യതയുണ്ടെന്ന് ലോകത്ത്. ഒരു കാര്യേ നേഴ്സിംഗ് മാത്രമേ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇതില്ലെങ്കിൽ ഞാൻ പഠിക്കില്ല, പ്രാർത്ഥിക്കില്ല, എനിക്ക് ഭക്ഷണം വേണ്ട. ഇതല്ല, കടലിൻ്റെ സാധ്യതയുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ കടലിൻ്റെ സാധ്യതകളെ കണ്ടെത്തുന്നില്ല എന്നതാണ് നമ്മുടെ പരാജയം. എന്നിട്ട് ഓടുക, ധ്യാന കേന്ദ്രങ്ങൾ കയറി, കൺവെൻഷൻ ഹാളുകൾ കയറി, നമ്മൾ ഓട്ടറാ. എന്തിനാ ഓടുന്നേ? ദൈവമാകുന്ന നിധി കൂട്ട് നമുക്ക് തന്നിട്ടില്ലേ? ആ നിധിയെ കണ്ടെത്തിക്ക്, ആ നിധിയെ കണ്ടെത്ത്. ആ നിധിയെ കാണാത്ത ഒന്നും ഇല്ലേ? നമ്മളിങ്ങനെ നാട്ടിൽ കാണുന്ന എല്ലാ ബന്ധന പ്രാർത്ഥനയും ചെല്ലണ്ട. ചിലരുടെ പരിപാടി എന്താണെന്നറിയോ? സകല ധ്യാന കേന്ദ്രത്തിലും പോവും, എന്നിട്ട് എല്ലാ പുസ്തകവും മേടിച്ചുകൊണ്ട് വരും, എന്നിട്ട് വൈകുന്നേരം ഇരുന്ന് വായനയാണ്. വായനയാണ്. പിള്ളേർക്ക് എങ്ങനെ കുരിശ് വരയ്ക്കാൻ തോന്നും?
കൂടിപ്പോയാൽ 3/4 മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതലൊന്നും വീട്ടിൽ കോപ്രായം കാട്ടിക്കൂട്ടണ്ട. രാവിലെ പറ്റുവാണെങ്കിൽ ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കുക. ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയോ? ഇവിടെ ശ്രദ്ധിച്ചോ. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: എൻ്റെ കർത്താവ് ഈശോ മിശിഹായേ, നാളിതുവരെ ഞാൻ അർപ്പിച്ച വിശുദ്ധ ബലികളുടെ യോഗ്യതയോടെ, ഞാൻ സ്വീകരിച്ച എൻ്റെ വിശുദ്ധ കൂദാശകളുടെ യോഗ്യതയോടെ, ഞാൻ ജീവിക്കുന്ന എൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ യോഗ്യതയോടെ, അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ വിശുദ്ധീകരിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനേക്കാൾ പവർഫുൾ പ്രാർത്ഥന ഏതാ പ്രിയപ്പെട്ടവർ? ഇതിനേക്കാൾ പവർഫുൾ പ്രാർത്ഥന ഏതാ ഉള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ബാക്കിയെല്ലാം അതര വ്യായാമമാണ്. വെറുതെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. സിം കാർഡ് വൃത്തികേടായിട്ട് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല, അല്ലേ? സിം കാർഡിൽ വൈറസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ വളരെ വ്യക്തമായ ഉദാഹരണമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ അതിൻ്റെ അകത്ത് വൈറസ് ഉണ്ടെങ്കിൽ പിന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല, ഹാക്കാക്കപ്പെടും, അത് കളഞ്ഞു പോവും, നഷ്ടപ്പെട്ടു പോവും, ബ്ലോക്കായി പോവും, അല്ലേ? അപ്പോൾ നമ്മൾ ഈ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ആ മൊബൈൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അത് പഴയതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഒരു കണക്ഷൻ നടക്കില്ല. കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിയേ. പുസ്തകങ്ങളിൽ പ്രാർത്ഥന വേണം, ബൈബിൾ വായിക്കണം, ജപമാല ചെല്ലണം, നിങ്ങൾക്ക് അറിയുന്ന ബന്ധന പ്രാർത്ഥനയൊക്കെ ചെല്ലണം. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു പവർഫുൾ പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്. അത് നമുക്ക് പറ്റുന്നില്ല. അതാണ് നമ്മുടെ വിഷയം. അത് നമുക്ക് പറ്റുന്നില്ല. എന്താ പ്രാർത്ഥന? ഈശോയെ, ഞാൻ ഇന്ന് വരെ അർപ്പിച്ച വിശുദ്ധ ബലികളുടെ യോഗ്യതയോടെ, മനസ്സിൽ പറഞ്ഞോ, ഞാൻ ഇന്ന് വരെ അർപ്പിച്ച വിശുദ്ധ ബലികളുടെ യോഗ്യതയോടെ, ഞാൻ സ്വീകരിച്ച എൻ്റെ വിശുദ്ധ കൂദാശകളുടെ യോഗ്യതയോടെ, ഞാൻ ജീവിക്കുന്ന എൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ യോഗ്യതയോടെ, അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഞാൻ വിശുദ്ധീകരിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ചെയ്ത് നോക്ക്, ചങ്കുറ്റത്തോടെ ചെയ്ത് നോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ? അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥന ചെയ്യണമെങ്കിൽ എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. വേണ്ടേ? വേണ്ടേ? എനിക്ക് ആ പ്രാർത്ഥന ചെല്ലണമെങ്കിൽ എനിക്കൊരു അവകാശം വേണം. എന്തൊക്കെ അവകാശം വേണം? വിശുദ്ധ കുർബാന അർപ്പിക്കണം. 2, കൂദാശകൾ സ്വീകരിക്കണം. അതിനേക്കാൾ ദുരന്തമാണ് 3, വിശുദ്ധ ജീവിതം നയിക്കണം. അതാ പ്രശ്നം. അത് പ്രശ്നമാണ്. ആ പ്രശ്നം വലിയ പ്രശ്നമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? കേൾക്കില്ല. ഇത് കണക്ഷനാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. കണ്ടോ എന്താ പറഞ്ഞത്? വ്യക്തമായിട്ട് കൊരിന്തോസ്യർക്ക് 1-3:16 പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം കണ്ടോ, വിശുദ്ധി, പരിശുദ്ധമാണ്. അറിയണം എൻ്റെ ശരീരം എങ്ങനെയാണ് നമ്മൾ അറിയണം. അതാ സ്നേഹം. അല്ലാതെ കുറേ വാങ്ങി തിന്നതും കുറേ കഴിക്കുന്നതും കുറേ പഠിക്കുന്നതും കുറേ നല്ല കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നതൊന്നും അല്ല. മക്കളെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു അപ്പനും അമ്മയെ സഹായിക്കുക എന്നതാണ് ഏറ്റവും വലിയ കൃപ. പിന്നെ അവർ പ്രാർത്ഥിച്ചാൽ സ്വർഗ്ഗം ഇറങ്ങി വരും. നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കൊന്നും വേണ്ട. വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞ് അത് മൊബൈൽ വൃത്തിയായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. അത് പഠിക്കേണ്ട സമയം പഠിക്കും, അത് കളിക്കേണ്ട സമയം കളിക്കും, അത് TV കാണേണ്ട സമയം TV കാണും, അത് സ്നേഹിക്കേണ്ട സമയം സ്നേഹിക്കും. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം ആ കുഞ്ഞിനെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു അപ്പനും അമ്മയും അനുവദിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ടെന്ന്. പിന്നെ ആ കുഞ്ഞിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ട ഒരു ആവശ്യമില്ല. മോനെ പഠിക്കുക, മോനെ പ്രാർത്ഥിക്കുക, മോനെ അത് മാറ്റിവെക്ക്, മോനെ ഇന്ന ആളുടെ പുറകെ പോകരുത്, ഇന്ന കാര്യം ചെയ്യരുത്, മദ്യം കഴിക്കരുത്. ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കിയേ. ഈശോ പറയാണ്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണ്. ഈ അറിവ് നമുക്ക് കൊടുക്കാൻ പറ്റണം. മോനെ മോളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, അത് പരിശുദ്ധമായ ആലയമാണ്, യേശു വസിക്കുന്ന ശരീരമാണ്, അപ്പൻ കൂട്ടിനുള്ള ശരീരമാണ്. ഉണ്ടോ? അപ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ടാവുള്ളൂ പ്രിയപ്പെട്ട. അതുകൊണ്ട് ഒന്നാമത്തെ അറിവ്, നമുക്ക് നേരിട്ടൊന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ ആദ്യം സിം കാർഡ് വൃത്തിയാക്കണം. അതിന് ഏറ്റവും നല്ല വഴിയാണ് വിശുദ്ധ കുമ്പസാരം. പാപം ചെയ്യാത്ത മനുഷ്യരൊന്നുമില്ല. നമ്മൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയാം അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ പാപികളാണ്, ബലഹീനരാണ്, നമ്മൾ തെറ്റ് ചെയ്യും, ദേഷ്യം വരും, വഴക്കുണ്ടാക്കും, അശുദ്ധമായി ചിന്തിക്കും, അശുദ്ധമായി പ്രവർത്തിക്കും. ഒരുപക്ഷെ എല്ലാ തെമ്മാടിത്തരവും നമ്മൾ വിധേയപ്പെടും. പക്ഷേ ഈശോ നമുക്ക് എത്രയോ മനോഹരമായൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. കുമ്പസാരം എന്ന കൂദാശ ഏറ്റവും നല്ല ഓപ്ഷനാണ്. അത് ഏറ്റവും നല്ല ഓപ്ഷനാണ്. ആ ഓപ്ഷൻ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി നോക്കിയേ, അവിടെ നമുക്ക് അഭിഷേകം ഉണ്ടാവും.
അഭിഷേകം ഉണ്ടാകും, കൃപയുണ്ടാകും. ആ കൂദാശ സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു നോക്കിയേ, അവിടെ കൃപയുണ്ടാകും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതുണ്ടാകും. തുടർന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, അനുസരിച്ചാൽ നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. എന്നിട്ട് പറയാണ്, അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. യെശയ്യാ 1 അധ്യായം വായിച്ചാൽ മതി. യെശയ്യാ 1 അധ്യായം മുഴുവൻ എടുത്ത് വായിച്ചോ. അടിപൊളി വിശുദ്ധ ഗ്രന്ഥമാണ്, ഭാഗമാണ്. അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിന് ഇരയാകും. ഈശോ പറയാം, ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിന് ഇരയാകും. ഉണ്ടോ? അനുസരണം, കുദാശകളെ സ്നേഹിക്കാനുള്ള അറിവ്. ആ അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിയും. അതുകൊണ്ട് നമ്മളിങ്ങനെ ലോകത്തിൽ എന്തെങ്കിലും കിട്ടുമോ എന്നോർത്ത് ഓടി നടക്കുക. ഏറ്റവും നല്ല ഗിഫ്റ്റ് കുമ്പസാരിക്കുന്നതാണ്. അതിനുശേഷം ഏറ്റവും നല്ല അത്ഭുതം ഈ അൾത്താരിൽ ഒരു ദൈവം അപ്പമാകുന്നതാണ്. കണ്ടോ? നമ്മുടെ നാട്ടിലല്ലേ വിളക്കന്നൂര് എത്ര നാൾ 16-17 വർഷം എടുത്തിട്ട് ഈ ലോകത്തറിയാവുന്ന എല്ലാ വൈദ്യ പരിശോധനയ്ക്കും ശാസ്ത്ര പരിശോധനയ്ക്കും വിധേയപ്പെടുത്തിയിട്ട് കണ്ടില്ലേ ഒരു അത്ഭുതമാണെന്ന് തെളിയിച്ചത്. ഇനി എങ്ങോട്ടാണ് പോകണ്ടേ? ഞാൻ ഒത്തിരിയേറെ സങ്കടത്തോടെ ഞാൻ ഓർക്കുന്നതാണ്, പ്രിയപ്പെട്ടവർ, നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ഒത്തിരി മൊബൈലിൽ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇട്ടു. ഒരു മനുഷ്യൻ്റെയെങ്കിലും കുർബാനയെക്കുറിച്ചുള്ള സ്നേഹം കൂട്ടാൻ പറ്റിയിട്ടുണ്ടോ? പാവപ്പെട്ട് ഈശോ എന്തോ ഒരു സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ? ഇത്ര വലിയൊരു അത്ഭുതം ഈ ഭൂമിയിൽ മറ്റാർക്കാണ് കിട്ടിയിരിക്കുന്നത്? ഒരു ദൈവത്തിൻ്റെ ചിത്രം പതിഞ്ഞ ഒരു തിരുവോസ്തി നമ്മുടെ നാട്ടിൽ കൊണ്ടുവച്ചിട്ട് എത്ര പേര് അതിൻ്റെ പേരിൽ വിശുദ്ധ കുർബാനയുടെ ആഴം മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവശാസ്ത്രം, വൈദ്യശാസ്ത്രം, എല്ലാ ശാസ്ത്രങ്ങളും തോറ്റു നിൽക്കുന്നിടം ആ അൾത്താരയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ എല്ലാ കോപ്രായം കാണിക്കും. വിളക്കന്നൂർ ചെന്നിട്ട് നമ്മൾ തലകുത്തി മറിയുന്നു, ആരാധിക്കുന്നു, കുമ്പിടുന്നു. ശരിയാണ്, നല്ലതാ. പക്ഷെ അതേ കാര്യമാണ് എൻ്റെ അൾത്താരയിൽ ഓരോ പ്രഭാതത്തിലും ദൈവം ഒരപ്പമായി മാറുന്നു എന്നതാ. ഇതിനേക്കാൾ വലിയ അത്ഭുതം ഈ ഭൂമിയിൽ ഏതാ ഉള്ളത്? ഒരു ദൈവം ഒരപ്പമായി മാറുന്നു എന്നതിനേക്കാൾ മഹത്തരമായ ഒരു അത്ഭുതവും ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല. രോഗം മാറ്റാൻ വൈദ്യശാസ്ത്രത്തിന് പറ്റുമെന്നേ? പറ്റില്ലേ? അതിനേക്കാൾ വലിയ അത്ഭുതം ഇനി ലോകം കണ്ടുപിടിക്കേണ്ടത് എൻ്റെ മരണത്തെ തടയാനോ? അത് പറ്റിയിട്ടുണ്ടോ? ഇല്ല. മരണത്തെ തടയാൻ ഒരു വൈദ്യശാസ്ത്രം പറ്റിയിട്ടില്ല. നിങ്ങൾ എത്ര കണഞ്ഞ് പരിശ്രമിച്ചത് ഏത് കോടീശ്വരനായി? ഫ്രാൻസിസ് മാപ്പ മരിച്ചില്ലേ? പരിശുദ്ധി സിംഹാസനത്തിൽ ഇരിക്കുന്ന മനുഷ്യനാണ്, എല്ലാം കൊണ്ട് പൂർണ്ണാക്കപ്പെട്ട മനുഷ്യനാണ്. കോടികൾ സമ്പത്ത് വേണമെങ്കിൽ ഉണ്ട്, ആരോഗ്യമുണ്ട്, നല്ല VIP ഹോസ്പിറ്റലുണ്ട്. പക്ഷെ മരിച്ചില്ലേ? മരണം ഉറപ്പാണ്, മരണം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ അത്ഭുതം മരണത്തെ തടയുക എന്നുള്ളതാണ്. ആ മരണത്തെ തടയുന്ന വചനം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഭക്ഷണം, എൻ്റെ അപ്പം കഴിച്ചാൽ നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞേ. എൻ്റെ അപ്പം കഴിച്ചാൽ നിങ്ങൾ ജീവിക്കും. എത്ര വിശുദ്ധരുടെ മുമ്പിൽ കൈയും കാലും പൊക്കുന്ന എന്തുകൊണ്ടാണ്? അവർ കൊന്നു കളഞ്ഞവരല്ലേ. തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തെടുത്തവരും കൈകാലുകൾ കൂച്ചിക്കെട്ടിയവരും കണ്ണ് ചൂഴ്ന്നെടുത്തവരും കഴുത്തറത്തവരുമായ വിശുദ്ധരുടെ മുമ്പിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. ഇവ പെരുന്നാളിൻ്റെ സീസണാണ് ഇല്ലേ? ഏറ്റവും വലിയ വിശുദ്ധ സെബസ്ത്യാനോസിനെ നമ്മളിങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകും. അവൻ്റെ അമ്പ് എഴുന്നള്ളി. എന്താ അമ്പ്? അതൊരു ക്രൂരതയുടെ ചിഹ്നം. അവനെ കൊല്ലാൻ ഉപയോഗിച്ച ഒരു ആയുധമാണ്. അത് നമ്മൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കും. ഈ കൈകാലുകൾ കൂച്ചിക്കെട്ടി മരത്തിൽ അമ്പെയ്ത് കൊല്ലാഞ്ഞിട്ട് ഗത കൊണ്ട് അടിച്ചു കൊന്ന ആ വിശുദ്ധരെ നാട് നീളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. എന്താ കാരണം? കാരണം എന്നുള്ളൂ, അവൻ്റെ ആത്മാവിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ള. കാരണം അവന് ജീവനുണ്ട്. ജീവൻ, കർത്താവ് ഈശോമിശിഹായെ കഴിച്ച് ജീവൻ വെച്ച ശരീരം അത്. അവൻ്റെ ശരീരത്തെ ചീഞ്ഞു നാറിയിട്ടുണ്ട്, പക്ഷേ അവൻ്റെ ആത്മാവിനെ തൊടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നത്. ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകാൻ കാരണം എന്താണ്? ആത്മാവ് ജീവിച്ചിട്ട്. അതാണ് വിശുദ്ധരുടെ പ്രത്യേകത. ശരീരം ചീഞ്ഞു മാറിയിട്ടുണ്ടാകും, പക്ഷേ ആത്മാവ് ചീഞ്ഞിട്ടില്ല. ആത്മാവ് ചീഞ്ഞിട്ടില്ല. നമ്മളോ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവും ശരീരം ഒരുപോലെ ചീഞ്ഞു പോകുന്നു എന്നതാണ് നമ്മുടെ ദുരന്തം. കണ്ടോ? അതുകൊണ്ട് അറിയുക, എൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ഒരു സിം കാർഡുണ്ട്. അതിൻ്റെ പേര് ആത്മാവെന്നാണ്. ആത്മാവെന്ന്. ആ ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളായി മാറും. അതുകൊണ്ട് ഈ അറിവിനെ നമുക്ക് സൂക്ഷിക്കാം. രണ്ടാമത്തെ അറിവ് എൻ്റെ പ്രകൃതിയെ അറിയുക എന്നുള്ള. പ്രകൃതിയെ എനിക്ക് നൽകപ്പെട്ടത്, ഇത് എൻ്റെ അവകാശമല്ല കേട്ടോ. ഈ കാണുന്ന ലൈറ്റ് ഇതെൻ്റെ അവകാശമല്ല, ഇത് ദൈവത്തിൻ്റെ ഔദാര്യമാണ്. ഒരു നേരത്തെ ഒരു വെട്ടമില്ലാതെ, അന്ത്യക്കൂരയ്ക്കുള്ളിൽ വെട്ടമില്ലാതെ കിടന്നുകൊണ്ടുറങ്ങുന്ന മനുഷ്യർ ഇന്ന് ഭൂമിയിലുണ്ട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം അതെൻ്റെ അവകാശമല്ല, എൻ്റെ ഔദാര്യമാണ്, ദൈവത്തിൻ്റെ ഔദാര്യമാണ്. അതറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഭക്ഷണം വെറുതെ കൊണ്ട് കളയില്ല ഇല്ലേ? ഇന്നും വഴിയോരങ്ങളിൽ പോയി നോക്കിയേ, അവിടെ എത്രയോ മനുഷ്യർ അന്തി ഉറങ്ങുന്ന വഴിയോരങ്ങളിൽ ഒരു നേരത്തെ അന്നമില്ലാതെ, ഒരു വസ്ത്രമില്ലാതെ എത്രയോ മനുഷ്യർ. ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ, ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ്? 3-4 വസ്ത്രം മാറ്റി പഠിപ്പിക്കുക ഒരു ദിവസം.
അലമാരി തുറന്നാൽ കൈ കയറില്ല നമ്മുടെ ഒന്നും വീടുകളിൽ. പാവപ്പെട്ട എത്രയോ മനുഷ്യരായി പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. എത്രയോ മനുഷ്യരാ ഒന്ന് വസ്ത്രമില്ലാതെ, ഒന്ന് പാർപ്പിടമില്ലാതെ, കിടക്കാനൊരിടമില്ലാതെ, ഒരു വൃത്തിക്ക് ജീവിക്കാൻ പറ്റാതെ ജീവിക്കുന്ന എത്രയോ മനുഷ്യരെന്നും ഉണ്ടെന്നറിയോ? അതിൻ്റെ നടുവിൽ അഹങ്കാരമാണ്. അറിയണം, നമ്മൾ മക്കളെ പഠിപ്പിക്കണം. മക്കളെ ഒരു നേരത്തെ അന്നമില്ല, നമ്മൾ ഉപവസിക്കാനും നോമ്പെടുക്കാനും മക്കളെ പഠിപ്പിക്കണമെന്നേ. നമ്മൾ പിള്ളേർ ഉപവസിക്കുന്നുണ്ട്, ഞാൻ വഴക്ക് കൂടി തീൻകുത്ത് എത്തി കഴിയുമ്പോൾ പിള്ളേർ ഉപവസിക്കും. ഇന്ന് എനിക്ക് ഭക്ഷണം വേണ്ട, സമരമാണ്, വീട്ടിൽ സമരം പ്രഖ്യാപിക്കുക. അത് തീൻകുത്തെന്ന് പറയും, അതിന് ഉപവാസം എന്ന് പറയില്ല. യേശു പോലും 40 ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ലോകത്തെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. നിങ്ങൾ ഒരു നേരം അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് ഉപവസിക്കാൻ പഠിപ്പിച്ചേ, അവിടെ കൃപയുണ്ടാകും. ഇന്ന് മക്കളെ നമുക്ക് ഒരുമിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണ്ട, പപ്പയ്ക്കൊരു നിയോഗമുണ്ട്, മമ്മിക്കൊരു നിയോഗമുണ്ട്, അല്ലെ മക്കൾക്ക് നാളെ പരീക്ഷ തുടങ്ങുമല്ലേ, നമുക്ക് എല്ലാവർക്കും ഇന്നൊന്ന് ഉപവസിക്കാം. അങ്ങനെ ഒരു ആത്മീയത കൊണ്ടുപോവാ. അല്ലാതെ എല്ലാം ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നതിൻ്റെ പേരല്ല. എന്നിട്ട് പറ, മക്കളെ 3 നേരവും കഴിക്കാത്ത കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് ആത്മീയത. അങ്ങനെ പഠിപ്പിച്ച് നോക്കിയേ, അങ്ങനെ നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ, എന്തോ ഒരു കൃപയുണ്ടാവുന്നറിയാം. ആ മക്കൾ പിന്നെ എവിടെയും തളർന്നു പോയില്ല. ഇല്ലെങ്കിൽ പിടിവാശിയായിരിക്കും, എല്ലാത്തിനും പിടിവാശിയാണ്. കിട്ടിയില്ലേ പിടിവാശ, എല്ലാം പിടിവാശിയാണ്. പക്ഷെ മക്കളോട് പറ, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, ഇത് ദൈവം നമുക്ക് സമ്മാനം തന്നതാ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് ഈശോ നമുക്ക് സമ്മാനം തന്നിട്ട് ഇങ്ങനെ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ അടുത്തോടൊക്കെ ഒന്ന് കൊണ്ടുപോകും. നിങ്ങൾ രാവിലെ ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ നാട്ടിലൊന്ന് രാവിലെ ഇറങ്ങിയതാണ്. നല്ല തണുപ്പാണ്, കഴിഞ്ഞ 2 ആഴ്ച ഭയങ്കര തണുപ്പ്. ആ തണുപ്പത്ത് ഒരു പാവപ്പെട്ട അമ്മച്ചി നിലത്തിങ്ങനെ വിരിച്ച് കിടക്കുകയാണ്, പുതപ്പൊന്നുമില്ല. ഞാൻ 2 സ്വെറ്റർ ഇട്ടിട്ട് സോക്സും ഷൂ ഇട്ടിട്ടാണ് ഇറങ്ങി, കാരണം വയനാട്ടിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ 2 സ്വെറ്റർ ഇട്ടിട്ട് സോക്സും ഷൂ ഇട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ വഴിയോരത്ത് ആ കടത്തിണ്ണയിൽ ഒരു ചേട്ടത്തി ഇങ്ങനെ ഈ മൂത്രം ഒഴിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഈ ചങ്കിലൂടെ ഒരു വലിയ വേദന ഞാൻ കടന്നുപോയി. കാരണം എന്താണ്, ഞാൻ എന്ത് അഹങ്കാരമുള്ള മനുഷ്യനാണ്. 2 സ്വെറ്റർ ഇട്ട് സോക്സ് ഇട്ട് ഷൂ ഇട്ട് കാറിൻ്റെ ഉള്ളിൽ AC ചൂടാക്കിയിട്ട് രാവിലെ ഇറങ്ങി വന്നിരിക്കുക. അപ്പോൾ നോക്കിയേ, എൻ്റെ മുമ്പിൽ ഒരു പാവപ്പെട്ട അമ്മ രാത്രി അന്തി ഉറങ്ങിയത് ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതെയാണ്. കാണിച്ചു കൊടുക്കുക, രാവിലെ ഇറക്കി കാണിച്ചു കൊടുക്കുക. മക്കളോട് പറ, കണ്ടോ ഇന്നലെ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങിയപ്പോൾ ഈ കുഞ്ഞും അമ്മയും കിടന്നുറങ്ങിയത് കണ്ടോ മക്കളെ? ഇതാ ആത്മീയത. ഇത് പഠിപ്പിക്കണം. നമുക്ക് കുറേ അറിവ് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പുത്തൻ വർഷത്തിൽ ദുരന്തങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ദുരന്തങ്ങളിൽ ചെന്ന് ചാടാൻ, പൊട്ടക്കിണറിൽ ചാടാൻ എളുപ്പമാണ്. കടലിൻ്റെ ആഴങ്ങളിൽ നീന്തണമെങ്കിൽ അതിന് വെല്ലുവിളിയുണ്ട്. പൊട്ടക്കിണറിൽ വെള്ളമില്ല, അതിൻ്റെ അകത്ത് ചാടി സുഖമായിട്ട് ജീവിക്കാം. കടലിൻ്റെ ആഴങ്ങളിൽ അത് നീന്തണമെങ്കിൽ വെല്ലുവിളിയുണ്ട്. അതിൻ്റെ ആഴങ്ങളിൽ നിധിയുണ്ട്, പുതിയ സാധനങ്ങൾ, പുതിയ വസ്തുക്കളുണ്ട്, നമ്മൾ കണ്ടെത്താൻ കഴിയാത്ത മനോഹരമായ ജീവജാലങ്ങളുണ്ട്. അതിനെ കണ്ടെത്തുന്നത്, അതാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്, ജ്ഞാനമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. കേട്ടോ, അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയതൊന്നും അവകാശമല്ല, ഔദാര്യമാണെന്നുള്ള അറിവാണ് സ്നേഹം. 3, കൂടെയുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കാം. അതിന്നില്ല കേട്ടോ. കൂടെയുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും സംസാര രീതികൾ, നമുക്കിങ്ങനെ വൈകൃതമായ സംസാരങ്ങളാണ്, തെറി വിളികൾ. ഇന്ന് പിള്ളേരുടെ വിഷയം എന്നറിയോ, 4 പേരുടെ മുമ്പിൽ തെറി വിളിക്കുമ്പോഴാണ് ഞാൻ വലിയ സംഭവമാകുന്നത്. ഇതാണ് പിള്ളേരുടെ ചിന്ത. പിള്ളേരെ മാത്രമല്ല, കുടുംബനാഥന്മാർ, അപ്പന്മാർ, അമ്മമാരൊക്കെ വിചാരിക്കുന്നത് എന്താ, കുറ്റം പറഞ്ഞടക്കം തെറി പറയുന്നതാണ് ഏറ്റവും വലിയ സംഭവം. ഇല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിചാരിക്കരുത്. ഞാനൊരു ഇടവകയുടെ കുടുംബനാഥനാണെന്ന് വിചാരിക്കുക. അൾത്താര കയറി നിന്ന്, എനിക്കൊരു 150 കുടുംബമുണ്ട്. ഞാൻ അൾത്താര കയറി നിന്നിട്ട് ഒരൊറ്റ വിളിയാണ്, എന്നാടാ മോനെ എന്ന് വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നാളെ കൊണ്ടുപോയി ഒരു പെറ്റീഷൻ എഴുതിയിട്ട് പിതാവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കും. ഇയാളെ ഇവിടെ പറ്റില്ല, ഞാൻ ഈ കുടുംബത്തിൻ്റെ അപ്പനാ, ഇടവകയുടെ അപ്പനാ, അപ്പോൾ എനിക്ക് തെറി പറഞ്ഞുകൂടെ? നിങ്ങൾ വീട്ടിൽ 4 പേരൊക്കെ തെറി പറയാറുണ്ടല്ലോ, അപ്പോൾ എനിക്കിവിടെ പറയാൻ പാടില്ല, ഞാൻ മനുഷ്യനല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെയും അയൽവക്കക്കാരെയും തെറി പറയുന്നതിന് ഒരു കുഴപ്പമില്ല, 6 അടുത്തും കംപ്ലൈൻ്റ് ഇല്ല. ഒരു വികാരി അച്ഛൻ അൾത്താരെ കയറി ഒരു തെറി പറഞ്ഞാൽ അപ്പം പിതാവിൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് എത്തും. അതൊരു വൈരുദ്ധ്യമല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. ഈ പറയുന്ന സാധനത്തിൻ്റെ അകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം, അല്ലേ? അപ്പോൾ ഈ അറിവില്ലായ്മ കൊണ്ടല്ല. അങ്ങനെയെങ്കിൽ തെറി പറയുന്നതല്ല നല്ലത്. ഇന്ന് പിള്ളേരോട് നല്ല സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അടിച്ച് കൂത്തി മറച്ച് തകർത്തിരിക്കുന്ന സിനിമയാണ് സൂപ്പർ സിനിമ. വയലൻസിൻ്റെ ലോകമായിരുന്നു, കൊലയുടെ ലോകമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അറിയണം എങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കേണ്ടത്. ഇതിലാണ് മറ്റേ കാര്യം വരുന്നത്. എന്താണ്? എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി വേണം എന്ന അറിവാണ് സ്നേഹം. എൻ്റെ ഭർത്താവ്
ചങ്ക് പുറിഞ്ഞ് പണിയെടുത്ത് കയറി വരുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കണമെന്ന അറിവാണ് സ്നേഹം. എൻ്റെ ഭാര്യയ്ക്ക് അപ്പനെയും അമ്മയും കാണാൻ കൊതി ഉണ്ടാകും, അവളൊന്ന് പറഞ്ഞു വിടണം എന്ന അറിവാണ് സ്നേഹം. എൻ്റെ ഭർത്താവിന് കുറവുണ്ട്, അവന് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന അറിവാണ് സ്നേഹം. ഈ അറിവിലേക്ക് നമ്മൾ വളരണമെന്നേ, ഈ അറിവ് വേണം. അപ്പോൾ നമുക്ക് കുടുംബം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ പപ്പയും അമ്മയും ഒത്തിരി അധ്വാനിച്ചിട്ട് എന്നെ വളർത്തുന്നത്, അതുകൊണ്ട് അവരെ ഞാൻ മോശമായി ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല എന്നൊരു കുഞ്ഞ് അറിയുന്നതാണ് സ്നേഹം. എൻ്റെ കുഞ്ഞിന് അനാവശ്യമായി എല്ലാം മേടിച്ചു കൊടുക്കുന്നതല്ല, അതിനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടതാക്കി ഞാൻ വളർത്തുന്നതാണ് എന്ന അറിവാണ് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം. കണ്ടോ, ഈ അറിവിൻ്റെ തലത്തിലേക്ക് നമ്മൾ വളരണം. ഈ അറിവ് ജ്ഞാനത്തിലേക്ക് വളർന്നാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥന വേണം എന്ന അറിവാണ്. അന്ത്യ ചർച്ചയും കഴിഞ്ഞ് പാതിരാത്രി കയറി വരുന്ന ഒരു അപ്പൻ എന്തറിയുന്നേ? ഒന്നും അറിയുന്നില്ല. എൻ്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ കൂട്ടിവെച്ച് ഞാൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് അറിയുന്ന ഒരു അപ്പനാണ് ആ കുടുംബത്തെ സ്നേഹിക്കുന്ന അപ്പൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വർഷത്തിൽ കുറേ കൂടെയൊക്കെ ജ്ഞാനത്തെ നമുക്ക് വളരാം. ദൈവസ്നേഹത്തിൽ, ദൈവത്തിൻ്റെ ആഴങ്ങളിൽ ആ സ്നേഹത്തിൽ വളർന്നാൽ ഏറ്റവും നല്ല കൂട്ട് ദൈവമാണ്, ഈശോയാണ്. ബാക്കിയെല്ലാം നമ്മളെ ചതിക്കും കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈല് നമുക്ക് കൂട്ടാന്നാ വിചാരിച്ചേ? അല്ല, ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പണം കൂട്ടാന്നാ നിങ്ങൾ വിചാരിക്കുന്ന? ഇല്ലെന്നേ. ഒരു രോഗം വന്നാൽ പണം നമ്മളെ ചതിക്കും, അതെല്ലാം ഇട്ടിട്ട് പോകും, അതെല്ലാം ഇങ്ങനെ ചോർന്നൊലിച്ചുകൊണ്ട് പോകും. അത് ചതിക്കും നമ്മളെ. കൂട്ടുകാർ നമ്മൾ കൂട്ടിനുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്? ഇല്ല. നമുക്കൊരു സങ്കടം വന്ന് വീട്ടിൽ കിടന്നു നോക്കി, ഞാൻ അനുഭവിച്ച മനുഷ്യനാണ്. നമുക്കെല്ലാം തകർന്നു പോയ ഒരു വീട്ടിൽ, നമ്മൾ ദുരന്തത്തിൻ്റെ വീട്ടിൽ കിടന്നു നോക്കിയേ, അവിടേക്ക് പിന്നെ പയ്യെ അവരുടേതായ ലോകത്തേക്ക് പോകും. ഇത് നമ്മളെ സഹായിക്കില്ല. ജീവിത പങ്കാളി മരണം വരെ കൂട്ടിനുണ്ടാവുമെന്നാണ് നമ്മുടെ വിചാരം. ഇല്ല, ഏറ്റവും നല്ല കൂട്ട് അത് ക്രിസ്തുവാണ്, ഈശോയാണ്, ദൈവമാണ്. ആ കൂട്ടിനെ മുറുകെ പിടിച്ചോ. അന്ന് കൂട്ടുകൊടുത്ത ഹവ്വ വഴി ലോകം ദുരന്തത്തിലായെങ്കിൽ പുതിയ നിയമത്തിൽ മറിയമെന്ന് പറയുന്ന അതേ സ്ത്രീയിലൂടെ മറ്റൊരു കൂട്ടിനെ ദൈവം നമുക്ക് നൽകി. അവൻ്റെ പേരെന്താണ്? ഈശോ എന്നാണ്. പഴയ നിയമത്തിലെ ഹവ്വ എന്ന് പറയുന്ന പെണ്ണിലൂടെ ഒരു കൂട്ട് ചതിക്കപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിലെ മറിയം എന്ന സ്ത്രീയിലൂടെ ഒരു പുതിയ കൂട്ടിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹത്തിൻ്റെ അറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധന മണിക്കൂറിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു നിമിഷം നമുക്ക് ശാന്തമാകാം. കണ്ണുകളടച്ച് ഈശോയെ, ഈ കേട്ട വചനങ്ങൾ അതിൻ്റെ ആഴവും അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ ഈ പുതിയ വർഷത്തിൽ ഒരു പടി കൂടി എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, ധ്യാനങ്ങൾ കൂടണം, കൺവെൻഷനുകൾ കൂടണം, എല്ലാ തീർത്ഥാടനങ്ങളിൽ പോകണം, നേർച്ച കാഴ്ചകൾ നിറവേറ്റണം, എല്ലാം ചെയ്യണം. എന്തിനാണെന്നറിയാവോ? ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ. 16-ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ തകർന്നു പോയൊരു മനുഷ്യനാണ് ഞാൻ. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻ എൻ്റെ മുമ്പിൽ നിന്നും മൺമറഞ്ഞു പോയപ്പോൾ, അകാലത്തിൽ വേർവിട്ടു പോയപ്പോൾ, അപ്പനും അമ്മയും അനാഥമാക്കപ്പെട്ടപ്പോൾ തകർന്നു പോയൊരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. എന്നാൽ ഇന്നെൻ്റെ ഏറ്റവും നല്ല കൂട്ട് എൻ്റെ ഈശോയാണ്. എല്ലാം തകർന്നറിഞ്ഞ് തനിപ്പണമായിരിക്കുമ്പോഴും ഈശോനോട് പറഞ്ഞു, മോനെ, ഏറ്റവും നല്ല കൂട്ട് ഞാൻ നിനക്ക് നൽകാം. പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്തൊരു സ്നേഹമാണ് ഞാൻ. ആ സ്നേഹം ചങ്കിൽ കയറിയ പ്രിയപ്പെട്ടവരെ, പൗലോസിലെ പറഞ്ഞില്ലേ, ഈ സ്നേഹത്തിൽ നിന്ന് ആര് നിന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, ആപത്തോ, പട്ടിണിയോ, വാളോ, നഗ്നതയോ, ആരാണ് ഈ സ്നേഹത്തിൽ നിന്നെ വേർപെടുത്തുക? ദൈവത്തെ പീഡിപ്പിച്ച് നടന്നൊരു മനുഷ്യൻ കാരാഗ്രഹത്തിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതി വെച്ച വാചകമാണ്, ആരാണ് ഈ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപെടുത്തുക? ഈ കൂട്ട് നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ദുരന്തമാണ് നിന്നെ വേർപെടുത്തുക? ഒരു വേർപാടും നമ്മളെ വേർപെടുത്താൻ പാടില്ല. ഒരു സങ്കടങ്ങളും നമ്മളെ തകർക്കാൻ വേണ്ടി പാടില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിരാശയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. കുറെ കൂടിയൊക്കെ ബലം ഉണ്ടാകട്ടെ, കുറെ കൂടിയൊക്കെ ശക്തി ഉണ്ടാകട്ടെ. യേശുവാകുന്ന കൂട്ടിനെ ചങ്കോട് ചേർത്ത് വെച്ച്, ദൈവമേ, മരണം വരെ ജീവിക്കുവാനുള്ള ബലം ഈ ദിവ്യകാരുണ്യ ആരാധന മണിക്കൂറിലൂടെ എനിക്ക് നൽകണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ മുട്ടുകൾ കുത്തി ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം.